ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ബേസിക് സബ്ജക്ട് നല്ലപോലെ തറവായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇപ്പൊ ഏത് സബ്ജക്ട് ഞാൻ മുമ്പ് പറഞ്ഞു, ജിയോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി, എക്കണോമിക്സ്, ഈ 4 സബ്ജക്റ്റുകളും അത്യാവശ്യം സ്കോറിംഗ് സബ്ജക്റ്റുകളാണ്. 60% ക്വസ്റ്റ്യൻ വരുന്ന ഭാഗം ഇത് തന്നെയാണ്. പിന്നെ സയൻസ് ടെക്നോളജി ആണെങ്കിലും എൻവയോൺമെന്റ് ആണെങ്കിലും കറണ്ട് അഫയർ ഭാഗമാണ്. അത് അരവിന്ദ് സാറിന്റെ ഭാഗം നിങ്ങൾ പഠിച്ചാൽ മതി. അതിനപ്പുറത്തേക്കൊക്കെ ചോദ്യങ്ങൾ വരും, 1-2 വരും. പക്ഷെ സാറ് പറയുന്ന രീതിയിൽ നിങ്ങൾ അത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഈ 4 സബ്ജക്റ്റുകളും ഭയങ്കരമായിട്ട് ബേസിക്സ് വരുന്ന സബ്ജക്റ്റുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹിസ്റ്ററി ആണെങ്കിലും പോളിറ്റി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ജിയോഗ്രഫി ആണെങ്കിലും ഈ 4 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേറ്ററും ഈ സാധനത്തിന് 4 ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മെയിനായിട്ട് നിൽക്കുന്നുണ്ടാവുക. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് അദ്ദേഹം ശ്രദ്ധിക്കും, അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ആസ്പെക്ട് നോക്കേണ്ടി വരും, എക്കണോമിക്കൽ ആസ്പെക്ട് നോക്കേണ്ടി വരും, ആൻഡ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ആസ്പെക്ട് പ്ലസ് ജിയോഗ്രഫിക്കൽ ആസ്പെക്ട് നോക്കേണ്ടി വരും. കാരണം ജിയോഗ്രഫിക്കലും സോഷ്യലും കണക്റ്റഡ് ആയിട്ടാണ് ഇവരെപ്പോഴും. ഓക്കെ, ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുക. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ UPSC ആണെങ്കിലും നിങ്ങളെ കാണുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ സൈറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഇപ്പൊ നിങ്ങൾ മെയിൻസിന് പഠിക്കുന്ന ടോപ്പിക് എടുത്തോ, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതേപോലെ തന്നെ വരുന്ന ഏത് ടോപ്പിക് ആണെങ്കിലും എത്തിക്സ് ആണെങ്കിലും ഏത് ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് കട്ട് ഷോട്ട് ഇത് 3 എണ്ണത്തിലേക്ക് ചുരുക്കാൻ പറ്റും. എക്കണോമിക്സ്, സൊസൈറ്റി, പോളിറ്റി, ഈ 3 ആസ്പെക്റ്റും ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്ന ഭാഗങ്ങളും അതേ രീതിയിലായിരിക്കും. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ഇത്തരം ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് മാത്രം. പിന്നെ കറണ്ട് അഫെയർ എന്ന് പറഞ്ഞ് സിലബസിൽ തരുമ്പോൾ അതൊരു വാസ്റ്റ് ഏരിയ ആണ്. ഓവറായിട്ട് അതിന്റെ മുകളിൽ ഫോക്കസ് ചെയ്ത് തലപുണ്ണാക്കൊന്നും വേണ്ട. നോർമലി നിങ്ങളൊരു ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്, അതങ്ങ് വായിച്ചു പോവുക, അതിനകത്തുനിന്ന് കണ്ടന്റ്, ആവശ്യമുള്ള കണ്ടന്റ് എഴുതിയെടുക്കുക. ഓക്കെ, ഇപ്പൊ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് സ്വതവേ നമ്മൾ ചെയ്യുന്ന ഒരു ടെൻഡൻസി എന്താ വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് തപ്പി പോകും, അതിന് മുകളിൽ സമയം ഒരുപാട് കളയും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു ഒരു കണ്ടന്റ് വരുന്നു, നിങ്ങൾ അത് ജസ്റ്റ് എഴുതിയെടുക്കുന്നു. ഓക്കെ, യൂഷ്വലി വീണ്ടും വീണ്ടും ആ കണ്ടന്റ് വരികയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളൊരു മുമ്പിൽ ഒരു ഇൻഡെക്സ് എഴുതുക, കറണ്ട് അഫയർ നോട്ട് ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് ഇപ്പൊ സബ്ജക്ട് തന്നെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇത്രയും സബ്ജക്റ്റുകൾ 6-7 സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം മുമ്പിൽ ഇൻഡെക്സ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, അവിടേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്ര ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ഏത് മെറ്റീരിയൽ വായിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അത് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, റെഗുലർ ആയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക. ഏതെങ്കിലും ഒരു കറണ്ട് അഫയർ മാഗസിൻ ഏതെങ്കിലും ഫോളോ ചെയ്യുക. ഓക്കെ, അവിടെയും ഞാൻ പറയാ, ശൂന്യ പോലുള്ള കറണ്ട് അഫയറുകൾ ഫോളോ ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. അത്രയും ഡാറ്റാസ് അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഒരു 2500 കറണ്ട് അഫയർ തന്നിട്ട് ഞങ്ങളെ 2 കറണ്ട് അഫയർ വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി എവിടുന്നാണ്? എന്തിനുണ്ടെന്നല്ല അങ്ങനെ ഓർത്തിരുന്ന് നമ്മളിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അത് പ്രാക്ടിക്കലി നടക്കില്ല. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യം ക്ലാരിറ്റിയോട് കൂടി പഠിക്കുക. അവിടെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഭാഗം ബേസിക്സ് ആണ്. ബേസിക്സ് എപ്പോഴും UPSC ചോദിക്കും, കാരണം ബേസിക്സിലാണ് അവരുടെ എൻറ്റയർ ഗെയിം കിടക്കുന്നത്. നാളെ ഒരു കറണ്ട് അഫയർ ചോദിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബേസിക് നോളജ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. പിന്നെ കോമൺ സെൻസിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരിക്കലും ഒരു പ്രഷർ കുക്കറിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഇസ് എ ഫിസിക്സ് അല്ലേ. നോർമലി നിങ്ങൾ അതൊരു ഫിസിക്സ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടാതെ പോകും. പക്ഷെ നാളെ നിങ്ങൾ അമ്മേനോട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കിയേ, ചിലപ്പോൾ നിങ്ങൾക്ക് അമ്മയ്ക്ക് ആ ആൻസർ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ മനസ്സിലാവില്ലെങ്കിൽ അവരോട് ആ കാര്യം പറഞ്ഞാൽ അവർ ആൻസർ പറഞ്ഞുതരും എന്താണ് അതിനകത്ത് വരാൻ പോകുന്നത്. കാരണം ഇത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓൾസോ ദർ. സോ അതേപോലൊരു കോൺസെപ്റ്റ്, അതായത് കോമൺ സെൻസ് എലമെന്റിന് ഭയങ്കരമായിട്ട് UPSC പ്രാധാന്യം കൊടുത്തു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. വലിയൊരു ടാസ്ക് ഒന്നുമല്ല, ബാലികറ മലയൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കണ്ട. ഓക്കെ, ഈസിയാണ്. പക്ഷേ മെയിൻസ് ആസ്പെക്റ്റിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ഞാൻ പറയും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കോമ്പറ്റീഷൻ കുറച്ച് ഹൈ ആണ്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ നോർമൽ രീതിയിൽ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് വരെയായിരുന്നു. പക്ഷെ ഇപ്പൊ വാല്യൂ അഡീഷൻ എന്നുള്ളൊരു സാധനം കൂടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് മെയിൻസ് ആസ്പെക്റ്റില്. പ്രിലിംസ് ഈസ് ഈസി കമ്പാരിറ്റീവ്ലി. മെയിൻസിലേക്ക് പോകുമ്പോഴാണ് റിയൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വാല്യൂ അഡീഷനും കൂടി കൊടുക്കണം. ഓക്കെ, ഏതൊക്കെ രീതിയിൽ വരുന്നുണ്ട്, എക്സാമ്പിളുകൾ കോട്ട് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതേപോലെ തന്നെ വിഷ്വൽ സൈക്കിളും വെർച്വൽ സൈക്കിളും വരയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കണം പറ്റുവാണെങ്കിൽ. ഓക്കെ, അതേപോലെ മറ്റ് സബ്ജക്റ്റുകളായിട്ട് കോട്ട് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റണം. എങ്കിലൊക്കെ മാർക്ക് കൂടുതൽ വരുള്ളൂ.
ഡയഗ്രത്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അവിടെ ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യം കൂടി വരുന്നു എന്നുള്ളതാണ്. സോ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ക്രിയേറ്റിവിറ്റി എന്ന സാധനം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബേസിക്സിൽ സ്ട്രോങ് ആയിരിക്കണം. മാപ്പ് കൊടുക്കുന്നത് നല്ലതാണ് ജോഗ്രഫിയിൽ, അതെ, പക്ഷെ എല്ലാത്തിലും മാപ്പ് കയറി വരയ്ക്കരുത്. ഓക്കെ, അങ്ങനെ മാപ്പ് വരച്ചാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലാവും, നിങ്ങൾ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, സ്പേസ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വരച്ചിട്ടാന്ന് വിചാരിക്കും. ഓക്കെ, ആവശ്യമുള്ള സ്ഥലത്ത് മാപ്പ് വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി വരുന്ന സമയത്ത് പെസന്റ് മൂവ്മെന്റ്സിനെ കുറിച്ച് ഒരു ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? മാപ്പ് വരച്ചിട്ട് പെസന്റ് മൂവ്മെന്റ്സ് പല സ്ഥലത്ത് അടയാളപ്പെടുത്താൻ സാധിക്കും. ചിലപ്പോൾ ഹിസ്റ്ററിയിൽ സ്പെസിഫിക്കലി ചോദിക്കും മഹാത്മാഗാന്ധിയുടെ ടൈം പീരീഡിലുള്ള പെസന്റ് മൂവ്മെന്റ്സ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നമുക്ക് ഇത് ഒതുക്കാൻ സാധിക്കില്ല, സോ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ്, വരയ്ക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ഒരു മഗധനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മഗധ ഇമ്പോർട്ടന്റ് വെച്ചാൽ മഗധന്റെ ഫിഗർ വരയ്ക്കാം. എൻ്റെ ഇന്ത്യ ഇതുപോലെ വരച്ച് വെക്കണമെന്നില്ല, ആ പെർട്ടിക്കുലർ പോർഷൻ മാത്രം വരച്ചാലും മതി. സോ സ്പേസ് യൂട്ടിലൈസേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് കിട്ടുന്ന, അവിടെ ആണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ പർപ്പസ് വരുന്നത്, കിട്ടുന്ന സാധനം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ശരിക്കും മെയിൻസ് ആസ്പെക്ടിൽ എന്ന് പറയുന്നത് കിങ് സിനിമയിൽ വാണി വിശ്വനാഥിനോട് മമ്മൂട്ടി പറഞ്ഞതല്ലോ, യുവർ എ ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. ഓക്കെ, എങ്ങനെ ആ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. നമ്മളെ കയ്യിൽ എല്ലാവരും കണ്ടന്റ് ഉണ്ട്. എൻ്റെ കയ്യിലുണ്ട്, അരവിന്ദന്റെ കയ്യിലുണ്ട്, അജനീന്റെ കയ്യിലുണ്ട്, അനഘേന്റെ കയ്യിലുണ്ട്, നൈമിന്റെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇത് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം കിടക്കുന്നത്. അത് ഏത് രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു റീപ്രൊഡ്യൂസിങ് സെക്ഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ മനോഹരമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാം. ഒരേ സാധനം പല രീതികളിൽ പറയുമ്പോൾ പല റിയാക്ഷൻസ് വരും. ഓക്കെ, അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, അത്രയേ ഉള്ളൂ. സോ അറ്റ് ദ സെയിം ടൈം ഇന്റർവ്യൂ അതുപോലെ തന്നെയാണ്. എല്ലാം പറയുന്നതിലല്ല കാര്യം, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിലാണ് കാര്യം. നിങ്ങൾ കണ്ടിട്ടില്ല, നാളെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആകുന്ന സമയത്ത്, ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, ജയശങ്കർ സാറൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുക, നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിനല്ലേ പെട്ടെന്ന് പറയാൻ സാധിക്കും. എക്സ്റ്റേണൽ അഫയർ മിനിസ്റ്റർ, മുമ്പ് ഫോറിൻ സെക്രട്ടറി ആണ് അദ്ദേഹം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹം എല്ലാത്തിനും ആൻസർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് നാളെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഗവൺമെന്റിനെയാണ്. നിങ്ങൾ ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ വിഡിത്തരം വിളിച്ച് പറയാതിരിക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് അവിടെ. ഓക്കെ, അതാണ് അവർ ശ്രദ്ധിക്കുള്ളൂ. അല്ലാതെ എല്ലാത്തിനും ആൻസർ അറിയുന്ന ഒരാൾ മുമ്പിൽ വന്നിരിക്കുന്നു, അവനങ്ങ് പൊരിച്ചു കളയാം എന്നുള്ള സാധനം അവർ ചിന്തിക്കില്ല. അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ല. ഓക്കെ, എങ്ങനെയാണ് ഈ കാര്യം ഇവൻ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ഇവൻ ഏൽപ്പിക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ള ധാരണ അവർക്ക് നന്നായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഒരു ഡിസ്ട്രിക്റ്റ് ആകുന്ന സമയത്ത് ഏകദേശം 1,00,000-ഓളം ജനങ്ങളുടെ ലൈഫാണ് നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത്. ആ ഒരു ധാരണ കൊണ്ടാണ് ചെയ്യുന്നത് അവരത്. അത് ഏത് സർവീസ് ആണെങ്കിലും അതിനുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇൻകം ടാക്സ് ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ കൊടുക്കുന്ന ടാക്സിന്റെ കൺട്രോളിനനുസരിച്ചാണ് നാളെ വരുന്ന ഫിനാൻഷ്യൽ മെക്കാനിസം വർക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓഡിറ്റിംഗ് അക്കൗണ്ട് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക, നിങ്ങൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കറപ്ഷനും സംഭവിക്കാൻ പോകുന്ന സാധാരണക്കാരാണ് ബാധിക്കുന്നത്. നിങ്ങൾ IAS ആണെങ്കിലും ഫോറിൻ സർവീസ് ആണെങ്കിലും ഫോറസ്റ്റ് സർവീസ് ആണെങ്കിലും എല്ലാം ബാധിക്കുന്നത് സാധാരണക്കാരനെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു ടെൻഡൻസി മാത്രമേ അവർ ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, അതും എപ്പോഴും ആലോചിക്കുക. ഓക്കെ, അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എലൈറ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ അതല്ല പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ ഓരോ പ്രോസസ്സിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. പ്രിലിംസ് പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് നല്ലപോലെ ബേസിക്സിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ബേസിക്സ് ഫോക്കസ് ചെയ്യുന്ന പോലെ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്യുക. ഓക്കെ, എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റിവിഷൻ കാർഡ് ഉണ്ടാക്കുക. റിവിഷൻ കാർഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സബ്ജക്ട് എടുക്കുന്നു, ഇപ്പൊ ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആൻഷ്യന്റ് ഹിസ്റ്ററിക്ക് ഒരു റിവിഷൻ കാർഡ് പോലെ ഉണ്ടാക്കുന്നു. അതിനകത്ത് റിവിഷൻ കാർഡ് ആൻഷ്യന്റ് ഹിസ്റ്ററി എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റേഴ്സ് ഇവിടെ എഴുതുക. ഓക്കെ, അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 10 1 2 3 4 5 6 10 റിവിഷൻ കൊടുക്കുക. ഓക്കെ, 10 റിവിഷൻ കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം ഏതെങ്കിലും ടൈമിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നതനുസരിച്ച്, ഇപ്പൊ ചാപ്റ്റർ ഞാൻ പ്രീ ഹിസ്റ്ററിക് ഏജ് ആണ് ഇവിടെ ചെയ്തത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, ഏർലി വേദിക്ക്, ലേറ്റർ വേദിക്ക്, മഹാജനപദാസ് വരെ ഞാൻ എഴുതിയെന്ന് വിചാരിക്കും. മൊത്തം എൻ്റെ ആൻഷ്യൻസ് ഞാൻ ഇതുപോലെ റിവിഷൻ കാർഡ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ടിക്ക് ഇട്ടിട്ട് ഡേറ്റ് ഇവിടെ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ റിവിഷൻ ഇവിടെ കഴിഞ്ഞു. എല്ലാത്തിലും ഒരു ദിവസം റിവിഷൻ ചെയ്യുന്നില്ല, ഞാൻ ചാപ്റ്റർ വൈസിൽ റിവിഷൻ ചെയ്താൽ മതി എനിക്ക്. ഇപ്പൊ ഞാൻ ഇതിന്റെ ടിക്കറ്റ് ഡേറ്റ് ഇവിടെ ചെയ്യുന്നു. ദാറ്റ് ഇസ് നോൺ ആസ് റിവിഷൻ കാർഡ്. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് നിങ്ങൾ ആ റിവിഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നുള്ളതാണ്. അത് മാത്രമേ നിങ്ങളുടെ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് റിവിഷൻ കാർഡ്. നിങ്ങൾ ഓരോ സബ്ജക്ട് റിവിഷൻ കാർഡിൽ ഫോക്കസ് ചെയ്യുക. ഓരോ റിവിഷൻ കാർഡ് നിങ്ങൾ പഠിക്കുന്ന സമയത്തും ആ സബ്ജക്റ്റിൽ ആ ടോപ്പിക്കിൽ ചോദിച്ചിട്ടുള്ള PYQs നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ PYQs നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം ക്രോസ് ചെക്ക് ചെയ്യുക. എങ്ങനെയുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, നാളെ എന്തുവിടെ ചോദിക്കും എന്നുള്ള സാധനമാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടിട്ട് നാളെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത. കാരണം ഇവിടെ ഫോക്കസ് ഇവിടെയാണ്. അശോകൻ ഇങ്ങനെ കൂടുതൽ ചോദിക്കുന്നത്, അപ്പൊ അശോകന്റെ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ റീസൺ ഇതാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് തന്നെ വരും. അപ്പോഴാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. ബൈഹാർട്ട് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ഇവിടെയാണ് ഇമ്പോർട്ടൻസ് വരിക.
IFOS എക്സാം സിവിൽ സർവീസിനേക്കാളും കോമ്പറ്റീഷൻ കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2017 വരെ 18 വരെ അങ്ങനെയായിരുന്നു. 2018 വരെ അതായിരുന്നു. പക്ഷേ IFOSന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നല്ല കൂടുതലാണ്. ഏകദേശം ഒരു 15 മാർക്കോളം 10-15 മാർക്കോളം മുമ്പിൽ വരും. ഇവിടെ കോമ്പറ്റീഷൻ കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. സിവിൽ സർവീസിനേക്കാളും കോമ്പറ്റീഷൻ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ IASനും IPSനും IFSനും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനും ഒരേ കോമ്പറ്റീഷൻ ലെവലാണ് വരുന്നത് ഏകദേശം. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കട്ട് ഓഫ് 50-50 മാർക്ക് വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവാണെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇവൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർവ്യൂ കോൾ കിട്ടാം, പക്ഷേ ഇന്റർവ്യൂ കോൾ കിട്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന കുറച്ച് വലിയ ടാസ്ക് ആണ്. അത്യാവശ്യം നല്ലപോലെ സ്പെഷ്യലൈസ്ഡ് സർവീസ് ആയതുകൊണ്ട് അവർ ഫോക്കസ് സ്ക്രീൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പണ്ട് കാലങ്ങളിൽ IFOസിനോട് ആൾക്കാർക്ക് താല്പര്യം കുറവായിരുന്നു. 2018 മുൻപ്. 18 ശേഷം അതിന് ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ എൻവയോൺമെന്റ് സർവീസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. നാളെ ഇന്ത്യൻ എൻവയോൺമെന്റ് സർവീസും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ സാധ്യത വരാൻ ഉണ്ട്. ഒന്നാമത്തെ പകരം. രണ്ടാമത്തത്, വേൾഡ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, സോ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. UNFCCC, UNCBD, UNCCD ഇവിടേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് വേൾഡ്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വേൾഡിൽ നടക്കുന്ന ഒരേ ഒരു സമ്മിറ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നത് UNFCCC ആണ്. എല്ലാം എന്താണ്, ചുമ്മാ ഒരു പ്രഹസനമാണ്. പക്ഷെ അത് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് വെച്ച് നടത്തുന്നുണ്ട്. ഓക്കെ, അത് അർത്ഥം എന്ന് പറയുന്നത് വേൾഡ് ഇനി നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാധനം എൻവയോൺമെന്റ് ആയതുകൊണ്ട് ആൾക്കാർക്ക് അറിയാം ഈ പറഞ്ഞ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട്. ചാൻസ് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടാണോ കണക്കാക്കുന്നത്? അപ്പൊ നിങ്ങൾ കൊടുക്കുന്നത് പോലെയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസ് പ്ലസ് ഫോറസ്റ്റ് സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളെ ചാൻസ് ആയിട്ട് ഒന്ന് എടുക്കും, നിങ്ങൾ പ്രിലിംസ് കയറിയാലും ഇല്ലെങ്കിലും. ഓക്കെ, സെയിം രണ്ടിനും ഒരേപോലെ തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്ന രീതി. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സിവിൽ സർവീസും തരും, ഫോറസ്റ്റ് സർവീസും തരും, സിവിൽ സർവീസ് പ്ലസ് ഫോറസ്റ്റ് സർവീസും തരും. അതങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ട്. നിങ്ങൾ സിവിൽ സർവീസിന് മാത്രം കൊടുത്താൽ ഫോറസ്റ്റ് സർവീസ് എടുക്കില്ല, ഫോറസ്റ്റ് സർവീസിന് മാത്രം കൊടുത്താൽ സിവിൽ സർവീസ് എടുക്കില്ല. ചില ആൾക്കാർ രണ്ടും ചുമ്മാ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും എടുക്കും. ഓക്കെ, അങ്ങനെ ചാൻസ് പോകും, അതും ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ചത് പണ്ട് കാലത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. IASന് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ COVID-19 വന്നു. COVID-19 വന്നതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, IASകാരാണ് എല്ലാ ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളിൽ നിൽക്കാറുണ്ടായിരുന്നത്. അവിടെ ചെറിയൊരു ഇവന്റ് നടന്നു. IASകാർ ജനറലിസ്റ്റുകളാണ്, അല്ലെ? പക്ഷെ ചില ഏരിയകളിൽ സ്പെഷ്യലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ജനറലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഡോമിനേറ്റ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലിസ്റ്റുകളെ. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ COVID-19 സമയത്ത് ഒരുപാട് മരണം സംഭവിച്ചു ഈ പറഞ്ഞ ജനറലിസ്റ്റുകളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട്. ഓക്കെ, അത് ഗവൺമെന്റിന് ഭയങ്കരമായിട്ട് പ്രോബ്ലം വന്നു. ഗവൺമെന്റ് എന്ത് ചെയ്തു, IASകാരുടെ ഇമ്പോർട്ടൻസ് ഡൗൺ ആക്കാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ ഇപ്പോ ശ്രദ്ധിച്ചാൽ മതി, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും IPSും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസ് ആൾക്കാർ സെക്രട്ടറിമാരായിട്ട് വരുന്നുണ്ട്. സോ ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ കുറച്ചും കൂടി ചേഞ്ച് വന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ IAS അല്ലേ? ഞാൻ പഠിക്കുന്ന കാലത്തും സിവിൽ സർവീസ് എന്ന് പറഞ്ഞ IAS ആണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത്. അത് നമ്മുടെ മനസ്സിൽ അതാണല്ലോ ആദ്യം വരിക, IAS ആവണം എന്നല്ല ആഗ്രഹം വരിക. പക്ഷേ അതൊരു എന്താ പറയാ, സോഷ്യലി അക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിലേക്കാണ് IASന് ആൾക്കാർ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തു വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തു, യൂത്തിന് കുറച്ചും കൂടി ചേഞ്ച് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാന്നുള്ള ടെൻഡൻസി വരാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് IPS ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഫോറിൻ സർവീസ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഫോറസ്റ്റ് സർവീസ് ആയിരിക്കും ഇഷ്ടം. അവിടെ കൂടാതെ റവന്യൂ സർവീസ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, IT-യും കസ്റ്റംസ് സെപ്പറേറ്റ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, ഓഡിറ്റിംഗ് സർവീസ് അക്കൗണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചേഞ്ച് വളരെ വന്നു. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഏത് സർവീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അബ്സല്യൂട്ട്ലി ഫൈൻ. എക്സ്പെഷ്യലി ഗ്രേഡ് സർവീസുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ സർവീസുകളിലെല്ലാം. പിന്നെ ഓൾ ഇന്ത്യ സർവീസ് ആയിട്ടുള്ള IAS ആണെങ്കിലും IPS ആണെങ്കിലും IFS ആണെങ്കിലും ഫോറസ്റ്റ് സർവീസ് ആണെങ്കിലും ഇമ്പോർട്ടൻസ് തന്നെയാണ്. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എക്സ്പോഷറുകൾ ഉണ്ട്. പക്ഷെ എക്സ്പോഷറിന്റെ രീതികളിൽ വ്യത്യാസം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്പെൻസ് ഓൺ കേഡർ, ഡിപ്പെൻസ് ഓൺ ഓൾ ആസ്പെക്ട്. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഇപ്പൊ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ IAS ആണെങ്കിലും IPS ആണെങ്കിലും ഫോറസ്റ്റ് സർവീസ് ആണെങ്കിലും ഒക്കെ ഒരേ വാല്യൂ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ജനങ്ങൾ അവരങ്ങ് ഇതാക്കാൻ നിൽക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യക്കാർ ഒരിക്കലും കേരളം പ്രിഫർ ചെയ്യില്ല. ശ്രദ്ധിച്ചാൽ മതി, നോർത്ത് ഇന്ത്യക്കാർ കേരളം പ്രിഫർ ചെയ്യാനേ പോകുന്നില്ല. അറ്റ് ദ സെയിം ടൈം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മച്ച് മോർ റെസ്പെക്ട് ആണ്. അവർ റെസ്പെക്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കേരളത്തിൽ അങ്ങനെ റെസ്പെക്ട് ഒന്നും ഇല്ല, ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക്. അതിന് ആവശ്യമില്ല സീരിയസ്ലി. എസ്പെഷ്യലി വേറെ സിവിൽ സർവന്റ് എന്ന് പറയുന്ന സമയത്ത് ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ആൾക്കാർ സിവിൽ സർവൻസ് ആണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ സർവൻസ് ആണല്ലോ.
പണിക്കാരാണ്. അതിനപ്പുറത്തേക്ക് റെസ്പെക്ട് എന്തിനാണ് അതിന് മുകളിൽ? ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആ റെസ്പെക്ട് ഉണ്ട്. നിങ്ങൾ UP-യിലേക്കൊക്കെ പോകുമ്പോൾ ആ റെസ്പെക്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നിങ്ങൾ ഇവൻ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ചുമ്മാ ഉണ്ടാക്കുന്ന റെസ്പെക്ട് എന്ന് പറയും നമുക്ക്. മറ്റേ പണ്ട് റൺവേയില് ദിലീപിനോട് പറയുന്നില്ലേ, നീ സാറേ എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. അതേപോലെയാണ് ഇവരെ പർപ്പസ്ഫുള്ളി സാറേ സാറെന്ന് വിളിപ്പിക്കും. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഇവിടെ. അത് യൂഷ്വലി അവർ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. ആ ഒരു റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി എന്താണെന്ന് അറിയാമോ, സിമ്പിൾ ഒരു സാധനം പറഞ്ഞു തരാന്ന് പറയാറ്റുന്നത് അതൊരു കാര്യമല്ല. നമ്മൾ മലയാളികൾക്ക് അതൊരു വലിയ കാര്യം തന്നെ. നമ്മൾ യൂഷ്വലി എല്ലാവരോടും ഭക്ഷണം കഴിച്ചു അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറവായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആൾക്കാരോട് അധികം മിങ്കിൾ ചെയ്യാൻ പോകാത്തത് ഇവിടെ, എക്സ്പെഷ്യലി ഇവിടുത്തെ സ്റ്റാഫിനോട്. അപ്പോൾ യൂഷ്വലി ഇവിടെ വന്ന സമയത്ത് ഞാനാണെങ്കിലും അരവിന്ദേട്ടനാണെങ്കിലും നമ്മൾ സ്റ്റാഫിനോട് ഇങ്ങനെ ചോദിക്കും ഭക്ഷണം കഴിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരിക്കൽ അതിൽ ജോജിനടക്കാണ് എല്ലാവരും ചോദിക്കും. നമ്മളെ രീതി എങ്ങനെയാണ്, നമ്മൾ യൂഷ്വലി അങ്ങനെ എല്ലാവരും ചോദിക്കുക. അപ്പൊ ഒരു സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയണം, എന്റെ കഴിഞ്ഞ 25 വർഷത്തെ സർവീസിൽ ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുന്ന ആദ്യത്തെ ആളുകളാണ് നിങ്ങൾ ഞങ്ങളോട് അറിഞ്ഞത്. യൂഷ്വലി എന്താണ് ഇവിടുത്തെ രീതി അതാ. അതിപ്പോ റെസ്പെക്ട്ഫുൾ കാര്യങ്ങൾ വ്യത്യാസം വരുന്നതാ. അപ്പൊ നമുക്ക് വ്യത്യാസമുണ്ട്, അവർക്കും അത് വ്യത്യാസമുണ്ട്. അപ്പൊ അത് ടെൻഡൻസി ഉണ്ടാവും എപ്പോഴും. അത് നമ്മളെ കാണുന്ന കാഴ്ചപ്പാട് വരണം. അപ്പൊ ഞാൻ അർത്ഥം പറഞ്ഞത് കേരളം നല്ലതെന്നോ മറ്റത് നല്ലതല്ലാന്നോ ഒന്നുമില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ ഉദ്ദേശം അത് നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ചും ഈ പറഞ്ഞ രീതികൾക്ക് വ്യത്യാസമുണ്ട്. മഹാരാഷ്ട്ര IPS നല്ല കേഡറാണ്, പവർഫുൾ കേഡറാണ്. ഫോറസ്റ്റ് സർവീസ് മഹാരാഷ്ട്ര നല്ല കേഡറാണ്. ഓക്കെ, ഡിപ്പെൻസ് ഓൺ കർണാടക ഫോറസ്റ്റ് നല്ല കേഡറാണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് IPS നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അവിടെ ഹഫ്ത പിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന വരില്ല. അതേസമയം കേരളത്തിൽ നിങ്ങൾക്ക് മച്ച് മോർ ബെറ്റർ ആണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? ജനങ്ങൾ അവെയറാണ്. നാളെ നിങ്ങൾക്ക് അത് കിട്ടിയില്ല നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ, നിങ്ങൾ എഫിഷ്യന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓട്ടോമാറ്റിക്കലി എഫിഷ്യന്റ് ആയിക്കോളും. അതങ്ങ് വർക്ക് ചെയ്ത് പോയിക്കോളും. അങ്ങനെ ടെൻഡൻസികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന സർവീസ് ഇന്ന കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു മെന്റാലിറ്റി വെച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അതായത് നിങ്ങൾ പഠിക്കുന്നത് ഇന്നതിനാണ് എന്നുള്ള മെന്റാലിറ്റി. നമ്മൾ ഒരിക്കലും ബൈഹാർട്ട് ടെൻഡൻസി ഒഴിവാക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്പ് ആവും. നിങ്ങൾക്ക് എവിടെയും എലിമിനേഷനും എവിടെയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ എലിമിനേഷൻ എന്ന് പറയുന്ന സ്കില്ല് ഒരിക്കലും UPSC എന്നല്ല ആർക്കും അങ്ങനെ ഒരു പെർട്ടിക്കുലർ റൂൾ ഒന്നും പറയാൻ സാധിക്കില്ല സീരിയസ്ലി. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ എലിമിനേഷൻ വെക്കുന്നത്? കോമൺ സെൻസ് വെച്ചിട്ടാണ് അല്ലെ? നമ്മളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് വാട്ട് ഈസ് എലിമിനേഷൻ? ഓക്കെ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ട പേടിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു ടെൻഡൻസി എലിമിനേഷൻ പറയുന്നത്. നമുക്കൊരു സാധനം തൊട്ടാൽ ചൂടാണെന്ന് അറിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നാളെ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡിലുണ്ടാവും, ഇതിങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഒരു പാറ്റേൺ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പാറ്റേണിലാണ് ആ സാധനം വരുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് ആസ് എലിമിനേഷൻ. അതല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാത്തിനും തരും, പേപ്പറുകളിലൊക്കെ തരും. അവിടെയാണ് കോമൺ സെൻസിന്റെ എലമെന്റ് വരുന്നത്. അതല്ലാതെ ഇത്രയും ഫാക്ച്വൽ ഡാറ്റയാണ് UPSC നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് 10 താഴെയാക്കാൻ UPSCക്ക് അറിയാം. എന്താ സംശയം അതിൽ? 10 താഴെയാക്കും അവര്, അത്രയ്ക്ക് ടൈറ്റ് ആക്കും, ഒരു സംശയം ഉണ്ടാക്കാറില്ല. പക്ഷെ ദ സെയിം ടൈം അവർ അങ്ങനെ ആക്കാതിരിക്കുന്നതും ഇതേ രീതി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എടുത്തോ കഴിഞ്ഞ വർഷത്തെ, എന്റെ പേഴ്സണൽ സജഷൻ പറയുകയാണെങ്കിൽ 2023 പേപ്പർ എടുക്കും, ഓപ്ഷൻസ് കൂടി നോക്ക്. 50% മുകളിൽ ക്വസ്റ്റ്യൻസ് PYQs ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്താ വരുന്നത്. എടുത്ത് നോക്ക്, ചുമ്മാ നിങ്ങൾ എടുത്ത് നോക്ക്. 2023 എടുത്ത് നോക്ക്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ PYQs റിപ്പീറ്റഡാ. കാരണം എന്തുകൊണ്ടാ? ഞാനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്നതെങ്കിൽ ഞാൻ അതിലെ ഓപ്ഷൻസിനെ എന്നെ ഇൻഫ്ലുവൻസ് ആക്കാൻ സാധിക്കും. ഓക്കെ, അത് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടെങ്കിൽ നാളെ അത് PYQs വന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മുമ്പ് ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് 1-2 എക്സാമ്പിളുകൾ, സമയത്തിന് കുറവായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണിക്കുന്നത്. ഇതുണ്ടാവും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് വരുന്നു. കത്തി അടിച്ച് നിന്ന് അങ്ങനെ അടിച്ചു തീർന്നു പോകും, സമയം കളയും. ഓക്കെ, ഡൺ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ സെഷൻസിൽ നമുക്ക് സമയം പോലെ നമുക്ക് പറയാം. ടോപ്പിക്കിലേക്ക് വരുന്നു. മൗര്യൻ ഡൈനാസ്റ്റി നിങ്ങൾ കുറെ പേരെങ്കിലും അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇനീഷ്യലി, അല്ലെ? നമ്മൾ ബേസിക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന്റെ ബേസിക് ഐഡിയ പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് ഡൈനാസ്റ്റി, ഇമ്പോർട്ടൻസ് ഓഫ് കിങ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാനത് വീണ്ടും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിങ്ങൾ ആ യൂട്യൂബിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണുക. ഞാൻ ആ പറഞ്ഞു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനിടയിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ കാണുന്നു എനിക്കും കൂടി മനസ്സിലായി. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനർത്ഥം നിങ്ങളത് കാണണമെന്ന് ഞാൻ നല്ലത് പറയുന്നതല്ല, നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ആസ്പെക്ട് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനിടയിൽ തന്നെ കമന്റ് ചെയ്ത് ചോദിക്കാം. ഞാനത് കാണുന്നത് കൊണ്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. എന്നോട് ഇടയ്ക്ക് പറയാറുണ്ട് ഇടയ്ക്ക് നോക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ചോദിക്കാം, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ആൻഡ് മൗര്യൻ പോളിറ്റിയിലേക്ക് വരുന്നു. നമ്മൾ ഇതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് കിങ്സ് പറഞ്ഞു, അവരുടെ സോഴ്സസ് പറഞ്ഞു, അവരുടെ ബേസിക് ലിറ്ററേച്ചറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ വരുന്നത് മൗര്യൻ പൊളിറ്റി സിസ്റ്റത്തിലേക്കാണ്. ഓക്കെ, മൗര്യൻ പൊളിറ്റി സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത്
മൗര്യൻ പോളിറ്റി ഇങ്ങനെ ഫ്രെയിം ചെയ്തു എന്നുള്ളതാണല്ലോ അവിടുത്തെ ചോദ്യം കിടക്കുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ചാണക്യനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ പറയുന്ന മൗര്യൻ ഡൈനാസ്റ്റി ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്താണ്? ആരെങ്കിലും പറയാമോ? വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് അലക്സാണ്ടറിന്റെ ഇൻവേർഷൻ തന്നെയാണ്, അല്ലെ? അവിടെയുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ആയിരുന്നു ഈ പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ബിക്കോസ് നന്ദ ഡൈനാസ്റ്റി ചെയ്തൊരു കാര്യം എന്താണ്? നന്ദ ഡൈനാസ്റ്റി ഓവറോൾ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തും ഹൈലി സെൻട്രലൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ ആ ഭാഗങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒരു പോരായ്മ മനസ്സിലാക്കി വരുന്ന ചന്ദ്രഗുപ്ത മൗര്യനാണെങ്കിലും ചാണക്യനാണെങ്കിലും ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കാം? മൗര്യൻ ഡൈനാസ്റ്റിയെ ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ആണുള്ളത്, ഹൈലി സെൻട്രലൈസ്ഡ്. ഓക്കെ, അത്രയും ഒരു അതോറിറ്റിയാണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, സ്വാഭാവികമായിട്ട് കിങ് ആണ് അവിടെ ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, ആ കിങ്ങിന്റെ ഡിസിഷൻ എല്ലാ സ്ഥലത്തേക്കും വരും. പക്ഷേ രാജാവിന് എല്ലാ സ്ഥലത്തേക്കും വന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? എല്ലാ സ്ഥലത്തും ആ സുഖമാണ്, അവിടെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? പുള്ളി ഇതിനെ പ്രൊവിൻസസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ പ്രധാനപ്പെട്ട 5 പ്രൊവിൻസസ് ആണുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഒന്ന് നോർത്തേൺ ആയിരിക്കും ഉണ്ടാവുക, വെസ്റ്റേൺ ഉണ്ടാവും, ഈസ്റ്റേൺ ഉണ്ടാവും, സൗത്തേൺ ഉണ്ടാവും, സെൻട്രൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നിങ്ങൾ കാണുന്ന ഫിഗറിൽ വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ സംസ്കൃതത്തിലാണ് ഉത്തരം എന്നാണ് പറയാ. ഓക്കെ, സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ നോർത്തേൺ ഭാഗത്ത് തക്ഷശില ആണ് നോർത്തേൺ ഭാഗത്ത് വരുന്നത് ലൊക്കേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം? ഈ നോർത്തേൺ ഭാഗത്തുള്ള മറ്റ് നാട്ടുരാജാക്കന്മാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇവിടെയാണ്, അവിടുത്തെ പ്രൊവിൻസസിലാണ്. അതേപോലെ തന്നെ ഈസ്റ്റേൺ ഭാഗത്ത് വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തോശാലിയാണ് വരുന്നത്. കാരണം മഗധ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് അവിടെ ആയിരിക്കും റിപ്പോർട്ടിംഗ് വരുന്നുണ്ടാവുക. സൗത്തേൺ വരുന്ന സമയത്ത് എന്താണ്? ഈ പറഞ്ഞ കനകഗിരിയിലാണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഈസ്റ്റേൺ വരുന്ന സമയത്ത് ഉജ്ജയിനാണ് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ലൊക്കേഷൻസിലാണ് മെയിൻ ആയിട്ട് പ്രൊവിൻസസ്. അപ്പൊ മറ്റുള്ള നാട്ടുരാജാക്കന്മാർക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാം, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ഇവിടെയുള്ള ആളുകളാണ് അവിടെയുള്ള പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ ഇഷ്യൂസുകൾ അഡ്രസ് ചെയ്തിട്ട് രാജാവിനെ അറിയിക്കുന്നത്. ഷുഡ് ബി സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു ഓർഡർ ഉണ്ട്. വന്ന് ചാടി കയറി രാജാവിന് മുമ്പത്ത് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാളെ കാണുന്നു, അതിനുശേഷം കാണുന്നു, കാഡർ ബേസിസ് എന്ന് പറയില്ലേ, അതേപോലെ ഒരു സെറ്റപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സെറ്റപ്പിന് എന്തുണ്ടാവാം? പ്രോപ്പർ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് സിസ്റ്റമാണ്. ഓക്കെ, അതായത് ഒരുപാട് ആന്റി സോഷ്യൽ എലമെന്റ്സുകൾ ഉണ്ടാവും. ഈ ആന്റി സോഷ്യൽ എലമെന്റ്സുകൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാനൊന്നും സാധിക്കില്ല. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൽ പറയുന്ന മാതിരി ഒരു ഡയലോഗ് പറയുന്നുണ്ടോ? അല്ലയോ മഹാനുഭാവ, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത് പോലെ ഉപദേശിച്ചിരുന്നു എന്ത് ചെയ്യില്ല, നാട്ടുകാർ നിൽക്കുന്നൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും? അവനൊന്ന് ഭയപ്പെടുത്തണം. ഇന്നും ക്യാപിറ്റൽ പണിഷ്മെന്റ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നത് അതിനകത്ത് ഞാൻ പറയുന്നില്ലേ, ആര് നമ്മുടെ നിവിൻ പോളി പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, പോലീസുകാരുണ്ട് എന്നുള്ള പേടി കൊണ്ടാണ് നാളെ ഒരാൾ കയറി ഉപദ്രവിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ കൈകാല് പൊട്ടുന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരൊന്നും ചെയ്യാതിരിക്കുന്നത്. ആ ആന്റി സോഷ്യൽ എലമെന്റ്സുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? ഫൈനും ഇംപ്രിസൺമെന്റും മ്യൂട്ടിലേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഫൈനും ഇംപ്രിസൺമെന്റും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ ചെറിയ കാര്യമാണെന്ന്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സ്ട്രീമിറ്റി, ഈ പറയുന്ന പോലെ ഇംപ്രിസൺമെന്റ് ആണെങ്കിലും മ്യൂട്ടിലേഷൻ ആണെങ്കിലും പറയുന്ന ഒരു എക്സ്ട്രീമിറ്റി ഞാൻ പറഞ്ഞത്, ഇപ്പൊ ടോർച്ചർ, സത്യം പറയിപ്പിക്കാൻ, അതേപോലെ തന്നെ റിമിഷൻ ഓഫ് സെന്റൻസുകൾ ഉണ്ട്, ഡെത്ത് സെന്റൻസ് വളരെ കോമൺ ആണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഇത് അശോകന്റെ കാലഘട്ടം, അശോകൻ ബുദ്ധിസത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അശോകന്റെ കാലത്ത് സെയിം ആണ്. സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അന്യൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഗരുഡ പുരാണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിയറി വെച്ചിട്ട് പുള്ളി ഒരുപാട് ആൾക്കാരെ ശിക്ഷിക്കുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഈസ് ഓൾസോ ദെയർ. സോ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള പണിഷ്മെന്റുകൾ കൊടുക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അവിടെ പേടിയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട്. കാരണം തെറ്റ് ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടും. വെദർ ഈസ് ഇൻ ദ ലോവർ കാസ്റ്റ്, ഈസ് ഇൻ ദ ഹയർ കാസ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, തെറ്റ് ചെയ്താൽ അവൻ പണിഷ് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, ധമ്മ പോളിസി, മഹാമത് റാസ് ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. കൺസിസ്റ്റന്റ്ലി സോഷ്യൽ ഇഷ്യൂസുകളും കാര്യങ്ങളും ചെക്ക് ചെയ്യും. പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ജയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കിങ് ആണ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ജസ്റ്റിസ് പുള്ളിന്റെ കൺട്രോളാണ് കിടക്കുന്നത്. പുള്ളിയാണ് എന്ത് ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് ദി പീസ് ആൻഡ് പല കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഇവിടെ 2 ആയിട്ട് സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സിവിൽ സബ്ജക്റ്റുകളും ക്രിമിനൽ സബ്ജക്റ്റുകളും. സിവിൽ കാര്യങ്ങൾ എന്തായിരിക്കാം മെയിൻ ആയിട്ട്? അതിന്റെ മെയിൻ ഫാക്ച്വൽ കാര്യം എന്ന് പറയുന്നത് ധർമ്മ, അല്ലെ? ധർമ്മത്തെ ബേസ് ചെയ്തിട്ടാണ് സിവിൽ കാര്യങ്ങൾ പോകുന്നുണ്ടാവുക, അല്ലെ? നമ്മളൊരു ധർമ്മത്തിന്റെ ബേസിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥയ എന്നാണ് സിവിലിന്റെ കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ പറയുന്നത്. ക്രിമിനൽ ആസ്പെക്ടിനെ കാന്തക ശോധന. കാന്തശോധന എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടിക്കളയുക, സംശയമൊന്നുമില്ല, ചോദിച്ചളയുക. ഓക്കെ, ശോധന എന്ന് പറഞ്ഞാൽ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല, ടം ടം അങ്ങ് വെട്ടിക്കളയുക, അതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ പേര് കിട്ടും പെട്ടെന്ന്. ഞാൻ പറഞ്ഞതുകൊണ്ടാ
സിവിൽ എന്ന് പറയുന്ന സമയത്ത് ധർമ്മത്തിന് ആസ്പെക്ട് ധർമ്മസ്ഥയാന്നും മറ്റത് ക്രിമിനൽ കാന്തക ശോധന എന്നാണ്. അപ്പൊ കാന്തകാസ് എന്ന് പറയുന്നത് ആന്റി സോഷ്യൽ എലമെന്റ്സിനാണ്, അത് ഒഴിവാക്കുന്ന ടെൻഡൻസികളാണ്. മെജോറിറ്റിയും ആന്റി സോഷ്യൽ എലമെന്റ്സുകൾ ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നുള്ള കാര്യം കൂടി എക്സാമിനേഷൻ ആസ്പെക്ടിൽ ഓർത്തിരിക്കുക. ആൻഡ് ദർ ആർ വെൽ സ്ട്രക്ചേർഡ് ജുഡീഷ്യൽ സിസ്റ്റം ഇൻ ദാറ്റ് ഏരിയ. സുപ്രീം അതോറിറ്റി വിൽ ബിക്കം കിങ്. കിങ് ആണ് ഫൈനൽ ഡിസിഷൻ എന്തെങ്കിലും മുകളിലെത്തിക്കഴിഞ്ഞാൽ തീരുമാനിക്കുന്നത്. മൗര്യൻ പോളിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ ഒരു കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ? വിഷകന്യകമാരെ കഥ. ഓക്കെ, അതേപോലെ തന്നെ വിഷകന്യകമാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, പോയിസൺ ആൻഡ് കിൽഡ് ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അംബാസിഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സ്പൈ സിസ്റ്റം പ്രോപ്പർ ആയിരുന്നു. ഓക്കെ, 2 കൈൻഡ് ഓഫ് സ്പൈ സിസ്റ്റം ആണുള്ളത്. ഒന്ന് സൻസ്ഥാന, സ്റ്റേഷനറി ആയിട്ട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യും. അടുത്തത് സഞ്ചാരിയാണ്. സഞ്ചാരിമാർ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് പോയി രാജാവിനോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊട്ടടുത്ത കമാൻഡർ ഇൻ ചീഫിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇവിടെ ഡയറക്ട്ലി പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ പ്രൊവിൻസുകളിൽ എന്തുണ്ട്, വേരിയസ് പ്രൊവിൻസുകളിൽ ഈ പറയുന്ന ഇൻഫർമേഷൻസ് കൊടുക്കും. പ്രൊവിൻസിൽ നിന്ന് ഡയറക്ട്ലി രാജാവിനോട് കൊടുക്കും. കാരണം ഇറ്റ്സ് എ നാഷണൽ ത്രെഡ്. ഡെഫിനറ്റ്ലി രാജാവിനോട് അത് കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങളുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന, സ്റ്റേഷനറി ആൻഡ് സഞ്ചാരി. ഓക്കെ, രണ്ടും എന്താണ്? ഗതപുരുഷാസ് എന്നാണ് സ്പൈസിന് അറിയപ്പെടുന്നത്. ഇതുമാണ് ടോട്ടലി സ്പൈസസ്. ഇതിന്റെ പേരാണ് ഗതപുരുഷ വിങ് എന്നാണ്. ആ വിങ്ങിനാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ കാര്യങ്ങൾ പറയുന്നത്. മിലിറ്ററിയിലേക്ക് വരുന്ന സമയത്ത് മിലിറ്ററി രാജാവിനാണ് സുപ്രീം അതോറിറ്റി എങ്കിലും എന്ത് ചെയ്യും? രാജാവിന് എല്ലാ കാര്യം ചിന്തിക്കാൻ പറ്റുമോ? ഫിനാൻഷ്യൽ, മിലിറ്ററി എല്ലാം ചിന്തിക്കാൻ പറ്റും. രാജാവ് എന്ത് ചെയ്യും? അത് ഒരാൾ സേനാപതി. നിങ്ങൾക്ക് യൂഷ്വലി അറിയാം, നിങ്ങൾ ഈ പറയുന്ന മൂവീസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, സേനാപതി എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? ആ മിലിറ്ററി ചീഫ് എന്ന് പറയുന്നത് പുള്ളിയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. കാര്യങ്ങളൊക്കെ പുള്ളിന്റെ അടുത്താണ് വരുന്നുണ്ടാവുക. പുള്ളിയാണ് ആ കാര്യം ഡീൽ ചെയ്യുക. എന്തെങ്കിലും കയ്യിൽ ഒതുങ്ങാത്ത സമയത്ത് രാജാവിന്റെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യും പുള്ളി. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു മെഗസ്തനീസ് ഞാൻ പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിന്റെ സോഴ്സിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമായിട്ട് 6 വിങ്ങുകളാണ് ഇവിടെയുള്ളത്. 6 വിങ്ങുകൾ എന്ന് പറയുന്നത് ഇൻഫാൻട്രി, എലിഫന്റ്, നേവി, ട്രാൻസ്പോർട്ട് ആൻഡ് സപ്ലൈ, ചാരിയോട്ട്, അതേപോലെ കാവലറി. നിങ്ങൾ ആലോചിച്ചാൽ മതി എത്ര മനോഹരമായിട്ടാണ് അവരത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അതിൽ പ്ലീനി ഗ്രീക്ക് ഓതറാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ മൗര്യൻ ഡൈനാസ്റ്റിയിൽ വന്നതാണ്. അദ്ദേഹം സ്പെസിഫിക്കലി പറയുന്നുണ്ട് 6 വിങ്ങുകളാണുള്ളത്. 6 lakh ഇൻഫാൻട്രി ആ കാലഘട്ടത്തിലുണ്ട്, 30,000 കാവലറി ഉണ്ട്, 9,000 എലിഫൻസ് ഉണ്ട്, 8,000 ചാരിയോട്ട്സും എന്തുണ്ട്? മൗര്യൻസിന്റെ കാലഘട്ടത്തിൽ അത്രയും വലിയ ആർമി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഓരോ വിങ്ങും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യക്ഷസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? സൂപ്രണ്ട്. നമ്മൾ സൂപ്രണ്ട് എന്ന് പറയില്ലേ? ആദ്യം അത് തന്നെ ആദ്യക്ഷസ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? സേനാപതിനോട് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ കാവലറിയിൽ എന്തെങ്കിലും ഷോർട്ടേജോ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? സേനാപതിന് റിപ്പോർട്ട് ചെയ്യും. സേനാപതിയാണ് ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. സോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാലറീസ് ആർ പെയ്ഡ് ഇൻ ക്യാഷ്, നോട്ട് ഇൻ കൈൻഡ്. ഓക്കെ, സമ്മാനങ്ങളും നാട്ടിൽ കൊടുക്കുക, ക്യാഷിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? കൊടുക്കുന്നുണ്ടാവുക. കൈൻഡ് ഇല്ല, ക്യാഷിലാണ് ഫോക്കസിങ് വരുന്നത്. ഓക്കെ, മൗര്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ക്യാഷിൽ സാലറി കൊടുത്ത് ശീലിപ്പിച്ച് തുടങ്ങിയത് എല്ലാവരെയും. സോ അതിനുശേഷം പല ഡൈനാസ്റ്റികളും ക്യാഷിൽ തന്നെയാണ് സാലറി കൊടുത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ദി ഡിഫറെന്റ് വിങ്സ് ഓഫ് ദി മിലിറ്ററി. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ കാവലറി എന്ന് പറഞ്ഞാൽ കുതിര പോകുന്നത്, അതേപോലെ ചാരിയോട്ട്സ് എന്ന് പറഞ്ഞാൽ രഥത്തിൽ പോകുന്നത്, കുറച്ചും കൂടി ഹൈ ക്ലാസസ് ടീമുകളായിരിക്കും വരുന്നവ. പിന്നെ നമുക്കറിയാം ട്രാൻസ്പോർട്ട് സപ്ലൈ ഉണ്ടാവും, അതേപോലെ ഇൻഫാൻട്രി, നേവി, ഈ സെറ്റപ്പ് ഒക്കെ മൗര്യൻസിനുണ്ട്. ഓക്കെ, ഇതാണ് അവരുടെ പൊളിറ്റിക്കൽ വിങ്ങിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ വിങ്ങിന്റെ മറ്റൊരു ഭാഗം സിവിലിയൻസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, അല്ലെ? സിവിലിയൻസിനെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണ്? ആദ്യം അവരുടെ എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയണ്ടേ? അതിനുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെൻസസ് എപ്പോഴും ഉണ്ടാവും. ദർ ഷുഡ് ബി എ സെൻസസ് ഓഫീസർ. ഓക്കെ, അവിടെ സെൻസസ് ഓഫീസേഴ്സ് ഉണ്ടാവും. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ സെൻസസ് എടുക്കാറുണ്ട്. ഇറ്റ്സ് എ റെഗുലർ എക്സസൈസ്. ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്തുണ്ട്. സ്വാഭാവികമായിട്ട് സെൻസസ് വില്ലേജ് ലെവലിലും നഗരത്തിലും ടൗണിലും 2 രീതിയിലാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി സെൻസസിനകത്ത് ഫാർമേഴ്സിന്റെ ഡാറ്റ കൂടി കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, കാസ്റ്റും അതേപോലെ തന്നെ കാറ്റ് എത്ര ഉള്ളവരുണ്ട്, ട്രേഡേഴ്സ് എത്ര ആൾക്കാർ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണക്ട് ചെയ്യും. എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർ ജനിച്ചിട്ടുണ്ട്, അങ്ങനെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാം. ഓക്കെ, സെൻസസ് അത്രയും പ്രോപ്പർ ആണ് അവിടെ. അപ്പോൾ അതേപോലെ തന്നെ സെൻസസിൽ എന്ത് ചെയ്യും? പ്രോപ്പർ ടാക്സ് ലെവി ചെയ്യുന്ന കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ജനങ്ങളുടെ മൂവ്മെന്റ്സും അവർ ട്രാക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരാൾ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക, അതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അതിനൊരു റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, മുമ്പ് നിങ്ങളോട് പറഞ്ഞു, മൗര്യൻസ് വന്നത് നന്ദാസിനെ തോൽപ്പിച്ചാണ്. നന്ദാസിന്റെ ആളുകൾ പലതും അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെ? സ്വാഭാവികമായിട്ട് അവർ മൂവ് ചെയ്ത് മറ്റൊരു ഡൈനാസ്റ്റിയിൽ പോയിട്ട് ഈ പറയുന്ന മൗര്യൻസിനെ തള്ളിടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലോ ഉണ്ടാവുമല്ലോ. സോ ദർ ഷുഡ് ബി എ കൈൻഡ് ഓഫ് സിറ്റിസൺഷിപ്പ്, അല്ലെ? അങ്ങനത്തെ ഒരു സാധനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴും ആരും നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ എന്താണ് ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ സെറ്റപ്പ് ആ കാലഘട്ടത്തിലുണ്ട്. ബേഷാജാസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ, യൂണിവേഴ്സലി ഫ്രീ ആണ് വരുന്നത്. അതേപോലെ തന്നെ അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഫുഡ് അഡൾട്രേഷൻ ആണ്. എന്താ ഉദ്ദേശിക്കുന്നത് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈവൻ ഡെത്ത് സെന്റൻസ് വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്താണത് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? എന്താ ഉദ്ദേശിക്കുന്നത്? ഭക്ഷണത്തില് മായം ചേർക്കുന്ന പരിപാടി, അത് തന്നെ. ഓക്കെ, അപ്പൊ അത് എന്തായാലും വിഷം ചേർക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഏറ്റവും വലിയ ശിക്ഷയാണത്. ഇന്നാണെങ്കിൽ ആൾക്കാർ ഇവിടെ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ സുഖമായിട്ട് ഭക്ഷണത്തിൽ ഓരോ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ടെൻഡൻസിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ആലോചിക്കുക. ഇതാണ് മൗര്യൻ പോളിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ മൗര്യൻ പോളിറ്റിയിൽ മിലിറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ആ പ്രൊവിൻസസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, സെൻട്രലൈസ് അഡ്മിനിസ്ട്രേഷൻ ആണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു, ഡോക്ടേഴ്സിന്റെയും ഫുഡ് അഡൾട്രേഷന്റെയും അവരുടെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് മെൻഷൻ ചെയ്തു, സെൻസസും മെൻഷൻ ചെയ്തു. ഓക്കെ, നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തു പോയില്ലേ? ഓക്കെ ആണ് ഞാൻ ഈ പറഞ്ഞത്? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, മൗര്യൻ എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് പൊളിറ്റി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്കണോമി ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് വരുന്നുണ്ടാവും അല്ലെ? എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് എക്കണോമിയിൽ ആദ്യം വേണ്ടത് എന്താണ്? റവന്യൂ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. എന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലല്ലേ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ആദ്യം റവന്യൂയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ റവന്യൂ ഓഫ് ദി മൗര്യൻ ഡൈനാസ്റ്റി എന്ന് വരുന്ന സമയത്ത് അതിനകത്ത് ഏത് രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. ആദ്യത്തേത് ബഗ എന്നാണ് എന്ത് ചെയ്യുന്നത്? ലാൻഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ UPSC PYQ ക്വസ്റ്റ്യൻ. ബഗ എന്താണ്? ബഗ എന്നാണ് ചോദിച്ചത്. ടേം ബഗ ഈസ് റിലേറ്റഡ് ടു ലാൻഡ് ടാക്സ്. ബഗ. ഓക്കെ, അതിനകത്ത് 1/6 ആണ് വരുന്നത്. അതിനകത്താണ് ഷദ്ബഗ എന്ന് പറയും. ഷദ്ബഗ ടു രാജ്ബഗ. അതായത് 1/6 1/4 ഓഫ് പ്രൊഡ്യൂസ് ആണ് നോർമലി കൊടുക്കാറുള്ളത് ബേസ്ഡ് ഓൺ ദി ലാൻഡ്. ഇറിഗേറ്റഡ് ലാൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം? കൂടുതൽ കൊടുക്കണം. നോൺ ഇറിഗേറ്റഡ് ലാൻഡ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കൊടുത്താൽ മതി. വളരെ ക്രൂവലൊന്നുമല്ല, നോർമൽ രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ടാക്സുകൾ വരുന്നുണ്ട് ഹിരണ്യ. ഓക്കെ, ഹിരണ്യ എന്ന് പറഞ്ഞാൽ ഗോൾഡിലോ ക്യാഷിലോ കൊടുക്കുന്ന ടാക്സിനെയാണ്. അതേപോലെ തന്നെ പെണ്ടകര എന്ന് പറയും, ടാക്സ് ഓൺ അനിമൽ ഹസ്ബൻഡറി. ഓക്കെ, ആ ഒരു ടെൻഡൻസി കൂടി ഉണ്ട്. അനിമൽ ഹസ്ബൻഡറി വരുന്ന സമയത്ത് ടാക്സ് ഇല്ല. ഇവിടെ എന്താണ് നോർമൽ ലാൻഡ് ടാക്സിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എന്തുണ്ട്? ആളുകൾ പാസ്ചറൈസേഷൻ, കന്നുകാലി വളർത്തലുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. അത്യാവശ്യം നല്ല റവന്യൂ വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അവിടെയും ടാക്സ് വരുന്നുണ്ട്. പിന്നെ ഷോപ്പ് ടാക്സ്, ഫെറി ടാക്സ്, ഫീ, ഫൈൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൂടാതെ ട്രിബ്യൂട്ട്, ലാൻഡ് ട്രിബ്യൂട്ടും വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ വോളണ്ടറി ഗിഫ്റ്റുകളും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അതേപോലെ ട്രേഡ് നടക്കുന്ന സമയത്ത് ഇന്റേണൽ ട്രേഡും ഫോറിൻ ട്രേഡും വരും. ആ ട്രേഡിൽ നിന്നും ടാക്സ് പിരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് എവിടെ വരുന്നത്? ടാക്സ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ലുംപിനി, ഓർമ്മയുണ്ടോ? ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ മുമ്പ് ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസ് ഏതായിരുന്നു? ഇൻസ്ക്രിപ്ഷൻസ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റൂംദേ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, ക്ലിയർ. നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, സ്റ്റോറിന്റെ ഭാഗമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ റൂംദേ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് പറഞ്ഞു തന്നിരുന്നു. ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അശോകൻ ലുംപിനി വാസ് accepted from the ബലി ആൻഡ് ബഗ വാസ് reduced to 1/8 part. നോർമലി 1/4 അല്ലേ, അല്ലെങ്കിൽ 1/6 ആണ്. അതെന്ത് ചെയ്തു? 1/8 ആക്കി. റീസൺ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധന്റെ ജന്മസ്ഥലം ആയതുകൊണ്ട് അവിടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദീസ് ഇൻസ്ക്രിപ്ഷൻ ഇസ് നോൺ ആസ് റൂംദേ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ്. അവിടെയാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബുദ്ധന്റെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ അശോകന് നഷ്ടമൊന്നും വരുന്നൊന്നുമില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് നഷ്ടം വരാതിരിക്കുന്നത്? അശോകൻ ഓൾറെഡി ഈ പറയുന്ന റിലീജിയൻ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ അശോകൻ ആ ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് എന്താണ്? അത് വലിയൊരു നഷ്ടമൊന്നും ആയിരിക്കില്ല ടോട്ടലി സിസ്റ്റം വരുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ഫോറിൻ ട്രേഡ് വരുമ്പോൾ ലാൻഡ് റൂട്ടും സീ റൂട്ടും വരുന്നുണ്ട്. ട്രേഡ് റൂട്ട് ഈസ് നോൺ ആസ് വനിക് പാത എന്ന് പറയും. വാണിജ്യപാത എന്ന് നമ്മൾ പറയില്ലേ? വാണിജ്യം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ടേം ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മലയാളത്തിൽ വരുന്ന ആൾക്കാർ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? വനിക് പാത. ഓക്കെ, വാണിജ്യം നടത്തുന്ന പാത. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും. ഇതാണ് ഇതിന്റെ പ്രത്യേക ഗുണം എന്ന് പറയുന്നത്. മലയാളികൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടും. കാരണം നമ്മുടെ സംസ്കൃതത്തിൽ നിന്നുള്ള കുറെ ഭാഷകൾ നമുക്ക് കയ്യിലേക്ക് വരുന്നുണ്ട്. നമുക്ക് കുറെ അഡ്വാൻറ്റേജ് അങ്ങനെ വരുന്നുണ്ട്. ആൻഡ് ലാൻഡും രണ്ടും വരുന്നുണ്ട്. റെഗുലർ ആയിട്ട് എന്ത് വേണം? അവരുടെ കയ്യിൽ പാസ്പോർട്ട്സ് എന്നുള്ളത് കൈൻഡ് ഓഫ് ഡോക്യുമെന്റ്സ് വിച്ച് വിൽ ബിക്കം ഹിസ് എ ട്രേഡർ എന്നുള്ള രീതിയിൽ. അല്ല ചുമ്മാ ഒരാൾക്ക് കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേഡും കാര്യങ്ങളും നടത്താൻ പാടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പറയില്ലേ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സലാർ മൂവി ഉണ്ടോ? സലാർ കൽക്കരിന്റെ ഒരു മൂവി റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഏതൊരു മൂവി ആണെങ്കിലും അതിനകത്ത് സീല് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കുന്നു പറയില്ല. അതേപോലെ തന്നെയാണ് ഇവരുടെ കയ്യിലെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താണ്? നാളെ ട്രേഡ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്ന് ആരെ ഇടപെടും?
മൗര്യൻ ഡൈനാസ്റ്റി ഇടപെടും. അല്ലെങ്കിൽ മൗര്യൻ ഡൈനാസ്റ്റിക്ക് എന്തെങ്കിലും ഇതുണ്ടോ? കാരണം ട്രേഡ് നടത്തുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും? അടിച്ചു മാറ്റി കൊണ്ടുപോകും. സോ ഡൈനാസ്റ്റിന്റെ സീലാണെങ്കിൽ തുടത്തില്ല. അതേപോലെ തന്നെയാണ് പ്രോപ്പർ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഒന്ന് ടാക്സിന് വേണ്ടിയിട്ട്, രണ്ടാമത്തത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ടാക്സ് കൊടുക്കുന്ന സമയത്ത് അവർ പ്രൊട്ടക്ട് എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഓക്കെ ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് എപ്പോഴും ആര് കൊടുക്കും? ഡൈനാസ്റ്റിൻ സൈഡിൽ നിന്നും കൂടി ഉണ്ടാവും. ഇവൻ ഇസ് എ ഫോറിനർ, അവർക്ക് പോലും എന്തുണ്ടാവും? ഈ പറയുന്ന രീതിയിലാണ് ട്രേഡ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി മൗര്യൻസ് ഇസ് പ്രൊട്ടക്റ്റഡ്. കാരണം അവരുടെ കൂടെ ആളുകൾ പോവും. ഓക്കെ, അതൊരു ഭാഗമാണ്. പിന്നെ അതേപോലെ ഇൻഡിഗോ, കോട്ടൺ, സിൽക്ക് ട്രേഡഡ് പ്രോപ്പർട്ടിയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആ കാലഘട്ടത്തിൽ ആലോചിക്കേണ്ടത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് എക്കണോമി കൂടിയായിരുന്നു മൗര്യൻസ് എന്ന് പറയാം. അത്രയും ഹയസ്റ്റ് എക്കണോമിയാണ് ആ കാലഘട്ടത്തിൽ വരുന്നത്. കറൻസി ഓഫ് മൗര്യൻസ് അക്സെപ്റ്റഡ് ഇൻ ദി വേൾഡ് വൈഡ്. ആ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് അന്ന കാലത്ത് മൗര്യൻ ഡൈനാസ്റ്റിക് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക ഏത് ലെവലിൽ വന്നതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി അന്നത്തെ കാലത്തുള്ള ഇന്ത്യന്റെ സിറ്റുവേഷൻ ഇന്നത്തേക്ക് വരുന്ന സമയത്ത്. അത് ഇന്ന് പോട്ട, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ദർ ഷുഡ് ബി എ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. സംഹാർത്ത എന്നാണ് ചീഫ് ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പേര്. ഇമ്പോർട്ടന്റ് നോക്കി വെച്ചേക്കുക. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റഡി സപ്ലൈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ അധ്യക്ഷ എന്നാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നേ. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഇപ്പൊ ഫൈൻ. ഓക്കെ, റൂമിൽ എടുക്കുന്നത് പെട്ടെന്ന് ആരെങ്കിലും വന്ന് ഞാൻ മ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അധ്യക്ഷ എന്ന് പറയും. അതേപോലെ തന്നെ അവരാണ് ഇത് സ്റ്റഡി ഫ്ലോ ഓഫ് സപ്ലൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ അധ്യക്ഷ എന്ന് പറഞ്ഞ പേര് എവിടെയെങ്കിലും പറഞ്ഞു തരും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് മുമ്പ് മിലിറ്ററിയിൽ സൂപ്രണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഓർമ്മയുണ്ടോ? വെരി ഗുഡ്. അവിടെ ആർമി ഞാനൊരു പേര് കൂടി പറഞ്ഞു ഇതിന്റെ കൂടെ തന്നെ. എന്താണ്? സൂപ്പർ ഇന്റന്റ് എന്നൊക്കെ പറഞ്ഞ സാധനം പറഞ്ഞില്ലേ, വിങ്ങില്. ഓക്കെ, അതേപോലത്തെ സെയിം സാധനം തന്നെ അധ്യക്ഷ ആണ് എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരെ സൂപ്രണ്ട് എന്നുള്ള സാധനത്തിന് മാത്രമാണ് അധ്യക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അവരാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് മിലിറ്ററി അധ്യക്ഷ ആയിരിക്കും, ഇതിവിടെ മറ്റൊന്നായിരിക്കും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അവരാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഈ കസ്റ്റംസും കാര്യങ്ങളും ഡ്യൂട്ടിയൊക്കെ റെഗുലർ ആയിട്ട് പ്രോപ്പർ ട്രേഡുകളൊക്കെ നോക്കുന്നുണ്ടാവുക. സൂപ്രണ്ട് ആയിരിക്കും സ്വാഭാവികമായിട്ട് നോക്കുന്നുണ്ടാവും. നമ്മളിപ്പോഴും അങ്ങനെയല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്റെ ഹെഡ് ആരായിരിക്കും? അല്ലെ സൂപ്രണ്ട് ആയിരിക്കും അല്ലേ? അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ വയസ്സായിട്ടുള്ള സൂപ്രണ്ടുമാരുണ്ടാവുമല്ലോ, അവരായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡൺ. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ദർ ഷുഡ് ബി എ ട്രങ്ക് റോഡ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ്, സെപ്പറേറ്റ് റോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അഫ്ഗാനിസ്ഥാനേക്ക് എന്ത് വരുന്നുണ്ട്? കണക്ഷൻ ആർക്ക് വരുന്നുണ്ട്? ഈ പറഞ്ഞ ഡൈനാസ്റ്റി വരുന്നുണ്ട്. നമുക്കറിയാം മൗര്യൻസിന്റെ, ഞാൻ പറഞ്ഞു എസ്റ്റാബ്ലിഷ്മെന്റ് പോളിസി പറഞ്ഞു, മൗര്യൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥലം പറഞ്ഞു. അത് അറിയാത്തവരൊന്ന് യൂട്യൂബ് കണ്ടേക്കണേ വീഡിയോസ്. ഓക്കെ, ഇത് സെക്കൻഡ് വീഡിയോ വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പോൾ അത്രയും വലിയ ഏരിയ ആണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി റോഡ് ട്രാൻസ്പോർട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ മൗര്യൻ എക്കണോമിയിലേക്ക് വരുന്ന സമയത്ത് കാറ്റില് കാറ്റൽ ട്രാക്കിന് അതേപോലെ പെഡസ്ട്രിയൽസിനൊക്കെ കൃത്യമായിട്ടുള്ള റോഡ് ഉണ്ട്. കണ്ടോ? ക്ലിയർ കാണാൻ സാധിക്കുന്നുണ്ടോ? നടന്നു പോകാൻ റോഡ്, സൈക്കിളിന് റോഡ്. ഓക്കെ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വേ ഉണ്ട്. അതേപോലെ കാറ്റിൽസിന് മൂവ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പാതകളുണ്ട്. അതിലൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ എന്താണ് രസം വരുന്നത്? ചറപറാന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വണ്ടി ഓടിച്ച് കയറ്റുന്നത് അല്ലേ? കൃത്യമായുള്ള ഡയറക്ഷൻ ഒന്നും അല്ല. അന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ആത്ത് പോയി തലക്കെ വെട്ടിക്കളയും ചിലപ്പോ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ തോന്നിയ ബൈക്ക് കൂടെ ആൾക്കാരെ കയറി പോവാണ്. ആ ഒരു ടെൻഡൻസി ഒക്കെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി എന്താ അതിനേക്കാളും വളരെ മോശമായ സിറ്റുവേഷൻ ആണ്. പ്രോപ്പർ ട്രാക്ക് പോലും ഇല്ല. പലതിനും ട്രാക്ക് ഉണ്ടാവും, പക്ഷെ അത് ഫോളോ ചെയ്യില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അത്രയും വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും പോയിരുന്നത്. അതേപോലെ തന്നെ എന്താണ് കൺസ്ട്രക്ടഡ് ഇൻ ദി പ്ലേസ് ഓഫ് ദി റോഡ് സൈഡ്. അതായത് ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നഴ്സറീസും ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസും എല്ലാം ഉണ്ട്. കനാലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പോലും ആ ഫെസിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ആ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് എക്കണോമിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ലൈഫും എക്കണോമിക്കൽ ലൈഫും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡൗട്ട് ഇത്ര പറഞ്ഞതില് ആർക്കെങ്കിലും എന്തെങ്കിലും ഓക്കെ ആണല്ലോ? ബേസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂ. ഓക്കെ, അടുത്തത് കാസ്റ്റ് സിസ്റ്റം ആണ്. നമ്മളൊരു സോഷ്യൽ ലൈഫിലേക്ക് പോകുന്ന സമയത്ത് ആ സൊസൈറ്റി ഓക്കെ ആണോ അല്ലയോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ആ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രാധാന്യം. രണ്ടാമത്തത്, ആ സൊസൈറ്റി ഡിഫൈൻ ചെയ്തിട്ടുള്ള ലോവർ കാസ്റ്റ് എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ്. ഈ രണ്ട് കാര്യങ്ങളും വെച്ചാണ് നമ്മൾ ആ സോഷ്യൽ ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അറ്റ് സെയിം ടൈം ഇവിടെ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട് എന്ന് മെഗസ്തനീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കയിൽ. ഓക്കെ, അദ്ദേഹം മെൻഷൻ ചെയ്തത് 7
കാസ്റ്റുകളാണ് ആ കാലഘട്ടത്തിലുള്ളതെന്നാണ്. ഒന്ന് ബ്രാഹ്മൺസ്, ഫിലോസഫേഴ്സ്, ഫാർമേഴ്സ്, സോൾജേഴ്സ്, ഹെഡ്സ്മാൻസ്, ക്രാഫ്റ്റ്മാൻ, മജിസ്ട്രേറ്റ്, സോൾജർ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കാസ്റ്റ് സിസ്റ്റം പോകുന്നത്. കാസ്റ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ റാദർ ദാൻ ബർത്ത്. ആലോചിച്ചാൽ മതി നിങ്ങൾക്ക്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യൻ വന്നിട്ടുള്ളത് പോലും ഏത് റൂട്ടിൽ നിന്നാണ്? അപ്പൊ അദ്ദേഹം ഈ പറയുന്ന റിജിഡ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യാൻ സമ്മതിക്കോ? ഇല്ല. ആർക്കും എന്തും ചെയ്യാം, ഏത് രീതിയിലും ഒക്യുപ്പേഷൻ സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടാമത്തെ ആള് ചാണക്യനും കൂടിയാണ്. അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്യോ? ഇല്ല. അദ്ദേഹം റിജിഡ് ആയിട്ടുള്ള സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ജോലിക്ക് അനുസരിച്ചുള്ള ആൾക്കാരുടെ കാസ്റ്റ് ഡിഫൈൻ ചെയ്ത് തുടങ്ങി. ഓക്കെ, ദാറ്റ്സ് കൈൻഡ് ഓഫ് എ കാസ്റ്റ് സിസ്റ്റം. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റം എന്നാണ് മെഗസീൻസ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പഠിച്ചാൽ മതി. ഇതാണ് അതിന്റെ രീതി എന്നുള്ളത്. ഓക്കെ, ദർ വാസ് നോ സ്ലേവറി ആൻഡ് പീപ്പിൾ വർക്ക് ഇൻ ദാസാസ് ഔട്ട് ഓഫ് ദി ടൗൺ ആൻഡ് കമ്പൽഷൻസ്. അതായത് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യില്ല, സ്ലേവറി ആക്ടിവിറ്റി ഇല്ല. പക്ഷേ നമ്മൾ എന്ത് പഠിച്ചു? ചാണക്യന്റെ ബുക്കിൽ എങ്ങനെയാണ് സ്ലേവറി സിസ്റ്റം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെയും ഒരു പ്രത്യേകതയുണ്ട്. സ്ലേവ് ആയിട്ട് വരികയാണെങ്കിൽ തന്നെ അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യനിൽ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. നമ്മൾ സെക്കൻഡേ ഹിയർ ആദ്യത്തെ സെന്റൻസ് അവിടെ കിടക്കട്ടെ. മാഡം ചോദിക്കേ, ഫീമെയിൽ സ്ലേവ് ബോൺ വിത്ത് എ മാസ്റ്റർ സൺ ഷീ വാസ് ലീഗലി ഫ്രീ എന്ന് പറയുന്ന സമയത്ത്, ഓക്കെ, അന്നത്തെ കാലത്താണ് ഈ കാര്യം ആലോചിക്കണം. മാസ്റ്ററിനാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ ലീഗലി ഫ്രീ ആവുന്ന സമയത്ത് എന്താണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറി. അതായത് ആ ഫീമെയിലിനും കൂടി എന്ത് ചെയ്തു, ഫീമെയിൽ സ്ലേവിനും കൂടി എന്ത് ചെയ്തു, റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ശിക്ഷ അവിടെ വിധിക്കുകയല്ല ചെയ്യുന്നത്. ഫീമെയിൽ സ്ലേവിന് ഇപ്പോഴത്തെ ആലോചിച്ചാൽ മതിയല്ലോ, അന്നത്തെ കാലത്ത് വ്യത്യാസം മനസ്സിലായില്ലേ? ഇപ്പോൾ ആ ഒരു ടെൻഡൻസി വരുന്നുണ്ട്, ആ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇത് അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞൊരു ടെൻഡൻസിയാണ്. സോ ആ ഒരു കാര്യം പോലെ എന്ത് വരുന്നുണ്ട്, ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ വുമൺസിന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു പോളിഗാമി പ്രാക്ടീസ് ഇൻ ദി റോയൽ ക്ലാസ്സസ്, കോമൺലി അത് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, വുമൺസിന് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാം. സ്ത്രീധന എന്ന് പറയുന്ന ബ്രൈഡൽ ഗിഫ്റ്റ് കംപ്ലീറ്റ്ലി വുമൺസിന്റെ കൺട്രോളാണ് വരുന്നത്. അതേപോലെ തന്നെ ഹയർ സ്റ്റാറ്റസ് വരുന്നുണ്ട്. രാജാവിന്റെ ബോഡി ഗാർഡ് വിങ്ങിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വുമൺസും കൂടി വരുന്നുണ്ട്. അതായത് മുമ്പത്തെ സമയത്ത് കമ്പാരിസൺ ആണ് വരുന്നത്. അത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, കമ്പാരിസൺ ബേസിൽ ലേറ്റർ വേദിക്കിനെ അപേക്ഷിച്ചിട്ട് വേണ്ടതാണ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആണ് സോഷ്യൽ ലൈഫിൽ കാണുന്നത്. ഓക്കെ, ഇതാണ് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു, സോഷ്യൽ ലൈഫിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിക്ലൈൻ ഓഫ് ദി മൗര്യൻ എംപയർ. അതിനകത്ത് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെ. എന്തായിരിക്കാം മെയിൻ ആയിട്ട് ഡിക്ലൈനിന്റെ കാര്യം എന്ന് പറയുന്നത്? ഒന്നാമത്തേത്, മൗര്യൻസ് ഒരു കാലഘട്ടത്തിൽ പ്രോ ബുദ്ധിസ്റ്റ് പോളിസി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഏത് കാലഘട്ടം മുതലാ? അശോകന്റെ കാലഘട്ടം മുതൽ. അതായത് അശോകന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന ബാക്കിയുള്ള സക്സസസിന് എന്തിനാണ് ഈ അശോകൻ ഈ കാര്യം ഫോളോ ചെയ്തത് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഓക്കെ, അത് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് കൺവേ ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, അതെന്ത് ചെയ്തില്ല, മറ്റുള്ളവർക്ക് മനസ്സിലായതില്ല. അതുകൊണ്ട് പ്രോബുദ്ധിസ്റ്റ് പോളിസി നടപ്പിലാക്കി പോകാൻ തുടങ്ങി. ഓക്കെ, പ്രോബുദ്ധിസ്റ്റ് പോളിസി നടപ്പിലാക്കാൻ മാത്രമല്ല, എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകും ഇവര് മെയിനായിട്ട്? ഈ ബുദ്ധിസ്റ്റുകൾക്ക് എന്ത് ചെയ്യും, മെയിനായിട്ട് ഫണ്ടും കാര്യങ്ങളും കൊടുക്കും. അപ്പോൾ രാജ്യത്തിന്റെ എന്തായിരിക്കും, ഈ പറയുന്ന എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി ഗ്രാജുവലി ഇല്ലാതാവും. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പ്രോബുദ്ധിസ്റ്റ് പോളിസിയിൽ മറ്റൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട്, പ്രോഹിബിറ്റഡ് കില്ലിംഗ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. സൂപ്പർഫിഷ്യൽ റിച്വൽസ് ഒക്കെ ബാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് പെർഫോം ചെയ്യുന്നത് ആരാണ്? ബ്രാഹ്മണൻസ് ആണ്. സോ ബ്രാഹ്മണൻസിന് അത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അവരെന്നെ ഒപ്പോസ് ചെയ്യാനുള്ള സാധ്യത എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പോൾ എന്തായിരിക്കും, സാക്രിഫൈസ് ആറ്റിറ്റ്യൂഡ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് വരുന്നുണ്ട്, അവർക്ക് ആ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബ്രാഹ്മൺസ് ഫോളോ ചെയ്യുന്നത് ലേറ്റർ വേദിക്ക് വരെയുള്ളത് എന്ത് ലാംഗ്വേജിലാ? സംസ്കൃത ലാംഗ്വേജിലാ. പക്ഷേ അശോകന്റെ കാലഘട്ടത്തിൽ അശോകൻ എന്തിനാ പ്രാധാന്യം കൊടുത്തത്? സാധാരണക്കാരുടെ മനസ്സിലാകുന്ന പ്രാകൃത ലാംഗ്വേജിലാ. എന്ത് വന്നു? ലാംഗ്വേജിൽ ഇഷ്യൂ വന്നു, അവിടെ പ്രോബ്ലം വരാൻ തുടങ്ങി. അതായത് കൾച്ചറൽ സാധനത്തിൽ അവിടെ എന്ത് വന്നു? ബ്രാഹ്മൺസിന് ഇഷ്യൂ വരാൻ തുടങ്ങി. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കാസ്റ്റ് സിസ്റ്റം പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ സിവിൽ ലോയും ക്രിമിനൽ ലോയും വർണ്ണ സിസ്റ്റത്തിന്റെ ബേസിലാണ് അവിടെ കൊടുക്കുന്നത്. അല്ല, എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ് അല്ലേ. ഇപ്പൊ ബ്രാഹ്മൺസിന് അവിടെ വീണ്ടും വരും, ഈ പറയുന്ന പോലെ ഇഷ്യൂ വരാൻ തുടങ്ങി. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. എന്തുകൊണ്ടായിരിക്കും? ഹൈ എക്സ്പെൻഡിച്ചർ ഓഫ് ആർമി, ബ്യൂറോക്രസി ഹൈലി സെൻട്രലൈസ്ഡ് ആണ്, ഈസിലി കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ലാർജ് ഡൊണേഷൻസ് വരാൻ തുടങ്ങി. ഫിനാൻഷ്യലി എന്ത് ചെയ്തു? ഗ്രാജുവലി ഡൗൺ ആവാൻ തുടങ്ങി. അതേപോലെ തന്നെ ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയ്ക്ക് എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങൾ വരാൻ തുടങ്ങി. മുമ്പ് ഞാൻ പറഞ്ഞു, അതായത് അശോകന്റെ കാലഘട്ടത്തിൽ അശോകൻ ഹൈലി കൺട്രോൾ ചെയ്തൊരു സാധനം ഇവിടെ എന്ത് ചെയ്തു? ഡൗൺഫാൾ ആയി പോയി. ഓക്കെ, അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ ആൾക്കാർ അധികം ശ്രദ്ധിക്കാതെ പോയി. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു വലിയൊരു ഏരിയ അല്ലേ, നോർത്ത് വെസ്റ്റേൺ ഭാഗം ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ ഫിനാൻഷ്യൽ ആസ്പെക്ട് വളരെ കുറവാണ്. നോർത്ത് വെസ്റ്റിൽ നിന്ന് അറ്റാക്ക് വരാൻ തുടങ്ങി. അവിടുന്ന് ഗ്രീക്കൻസ് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പല ഏരിയാസും അവിടെ പിടിച്ചെടുക്കാൻ തുടങ്ങി.
ഓക്കെ, അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ്. അതേപോലെ തന്നെ എന്തായിരിക്കാം ഈ പറയുന്ന പോലെ വെപ്പൺസും കാര്യങ്ങളും എല്ലാവർക്കും പല സ്ഥലത്തും സ്പ്രെഡായി പുതിയ പുതിയ ഡൈനാസ്റ്റികൾ ഡെവലപ്പ് ആകാൻ തുടങ്ങി. മൗര്യൻസിന്റെ കയ്യിൽ മാത്രമുള്ള സാധനങ്ങൾ പല സ്ഥലത്തേക്കും സ്പ്രെഡ് ആവാൻ തുടങ്ങി. അശോകന്റെ നോൺ ബാലൻസ് പോളിസി നല്ല പോലെ ബാധിക്കാൻ തുടങ്ങി. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? ആർമിക്ക് ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ വീക്ക് ആയിട്ടുള്ള സക്സസസ്, ഇത് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള അബ്യൂസുകൾ. അശോകന്റെ ഡെത്തിന് ശേഷം മൗര്യൻ ഡൈനാസ്റ്റി ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്ത് വന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ, എന്തായിരുന്നു ഈ മൗര്യൻ ഡൈനാസ്റ്റിയുടെ ഡിക്ലൈനിങ് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്? ദ ലാസ്റ്റ് ഫേസ് ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി എന്താണ്? അവസാനത്തെ മൗര്യൻ കിങ് ആയിട്ടുള്ള ബൃഹദത്തന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആര്? പുഷ്യമിത്ര എന്ന് പറയുന്ന ആള്. പുഷ്യമിത്ര ഇസ് എ ബ്രാഹ്മൺ. പുഷ്യമിത്ര എന്ത് ചെയ്തു? ബൃഹദത്തനെ കൊന്നിട്ട് പുഷ്യമിത്ര ശുംഗ എന്ത് ചെയ്തു? ഒരു പുതിയ ഡൈനാസ്റ്റി ഉണ്ടാക്കുന്നു. ദ ഡൈനാസ്റ്റി ഇസ് നോൺ ആസ് ശുംഗ ഡൈനാസ്റ്റി. പുഷ്യമിത്ര ശുംഗ ഇസ് എ ബ്രാഹ്മൺ, സോ ഇറ്റ്സ് എ ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റി. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ഒരു പുതിയ ഡൈനാസ്റ്റി എന്ത് ചെയ്തു? അവിടെ ഫോം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒട്ടും മറന്നു പോകാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞത് എന്താണ്? ഒരുപാട് സിഗ്നിഫിക്കൻസ് ചേഞ്ചുകൾ അവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ മൗര്യൻസിന് വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അശോകന്റെ ധമ്മ പോളിസി, ട്രൈബൽസ് ത്രോ ദി ധമ്മ പോളിസി, മഹാമത്രാസ്, അത്രയും രീതിയിലാണ് വരുന്നത്. അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ കാലത്ത് ഫോളോ ചെയ്തിരുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ സ്പ്രെഡ് ഇൻ മെറ്റീരിയൽ കൾച്ചർ, പ്രിഡോമിനന്റ് ഇൻ ദി ഗാൻജറ്റിക് പ്ലെയിൻ. എക്സ്പെഷ്യലി നമുക്കറിയാവുന്നതാണ് ബേൺഡ് ബ്രിക്സ് കോമൺ ആയിട്ട് ഉപയോഗിച്ചു. അയൺ ടൂൾസിന് ഇമ്പോർട്ടൻസ് വന്നു. പഞ്ച്മാർക്കഡ് കോയിൻസിന് ഇമ്പോർട്ടൻസ് വന്നു. നോർത്തേൺ ബ്ലാക്ക് പോളിഷ് വെയറിന് ഇമ്പോർട്ടൻസ് വന്നു. ആൻഡ് ഞാൻ മുമ്പ് പറഞ്ഞു ഗാൻജറ്റിക് പ്ലെയിനിൽ റിംഗ് വെൽസ് മെയിൻ ആയിട്ട് വരുന്നത്, വട്ടത്തിലുള്ള കിണർ പോലെ സാധനങ്ങളില്ലേ, അത് മെയിൻ ആയിട്ട് വരുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന മൗര്യൻസിന്റെ കാലഘട്ടത്തിലാണ്. അത് ഓർത്തിരിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസ് വരുന്ന സമയത്ത് വെൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് വന്നു, സ്ട്രക്ചേർഡ് സെറ്റപ്പ് വന്നു, ജസ്റ്റിസ് സെറ്റപ്പ് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ എന്താണ് ഇലാബറേറ്റ് ആയിട്ടുള്ള എസ്പിയോണേജ് സിസ്റ്റം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ചാരപ്രതി സമ്പ്രദായം എന്ന് ഓർമ്മയുണ്ടോ? സംസ്ഥാന ഈ കാര്യങ്ങളൊക്കെ സ്പൈ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. വെരി ഗുഡ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഓരോ ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യാനും ആര് വന്നു? ആദ്യാക്ഷസാരുണ്ടായിരുന്നു. സുപ്രീം, അതായത് സൂപ്രണ്ടന്റ് ഉണ്ടായിരുന്നു. അവരായിരുന്നു അത് കൺട്രോൾ ചെയ്തിരുന്നത്. ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ് വന്നു. ഊഹിക്കാൻ നിങ്ങൾക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അത്രയും രീതിയിൽ അത് വളർന്നു. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ ആ ഭാഗം മുതൽ സൗത്ത് ഇന്ത്യന്റെ പോർഷൻ വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ അശോകന്റെ കാലഘട്ടത്തിൽ അത്രയും ഏരിയ എന്ത് ചെയ്യുന്നത്? വാസ്റ്റ് ഏരിയ കൺട്രോൾ ചെയ്തു. അതായത് വെസ്റ്റ് ഹിമാലയ, വെസ്റ്റേൺ ഹിമാലയ നോർത്തേൺ ഭാഗം, കണ്ടഹാർ, അതൊക്കെ കഴിഞ്ഞ് കേരളത്തിൽ ഇവിടെ നോക്കുന്ന സമയത്ത് സൗത്തിൽ കാവേരി റിവറിന്റെ ഭാഗം വരെ. ഇവിടേക്ക് എന്താണ് അറ്റാക്ക് ചെയ്തത്? അലൈഡ് ആയി നിൽക്കുന്നത് കൊണ്ട് അത് അറ്റാക്ക് ചെയ്തില്ല. രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു ആഫ്റ്റർ എന്ത് വാറ്? കലിംഗ വാറിന് ശേഷം അശോകൻ ആ കാര്യങ്ങൾ താല്പര്യമില്ലാതായി പോയി. അത്രയും വാസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ് ട്രാൻസിഷൻ ഫ്രം യൂസ് ഓഫ് വുഡ് ടു സ്റ്റോൺ. അതായത് ഈ പറയുന്ന രീതിയിൽ മൗര്യൻസിന്റെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, ചന്ദ്രഗുപ്ത മൗര്യന്റെ ആദ്യത്തെ കാലഘട്ടം വുഡ് ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ലേറ്റർലി എന്ത് ചെയ്തു? സ്റ്റോണിലേക്ക് ഗ്രാജുവൽ ട്രാൻസിഷൻ വന്നു ആർക്കിടെക്ചറുകളിൽ. സോ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഹൈലി ടെക്നിക്കൽ സ്കില്ല്, പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോണുകൾ നമുക്ക് അശോകൻ സ്കില്ല് കാണാൻ സാധിക്കും. പിന്നെ ലയൺ ക്യാപിറ്റൽ അറിയാൻ നമുക്ക് ഇപ്പോഴും ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ യക്ഷി സ്കൾപ്ചേഴ്സ് ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഹിന്ദുയിസത്തിലും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡും നാഷണൽ ട്രേഡും മെയിനായിട്ട് നടക്കുന്നുണ്ട്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് മെയിനായിട്ട്. അതേപോലെ പഞ്ച് മാർക്കഡ് കോയിൻസ് ഉണ്ട്. ഓക്കെ, ഹിൽസിനും ട്രീസും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന് ഓരോ രീതിയിൽ ഓരോ സിമ്പിൾസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ പല സ്ഥലങ്ങളും നമുക്കറിയാം ഹൈലി ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ടാക്സ് കൂടുതലും അല്ലാത്ത ഭാഗത്ത് ടാക്സ് കുറവും എന്നുള്ള രീതിയിലേക്ക് മാറി വരുന്നുണ്ട്. നമുക്കറിയാം ബഗാസ് ലാൻഡിന്റെ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. ഓക്കെ, അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ സ്റ്റീലും കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിസ് ഇസ് നോട്ട് ആസ് എക്കണോമിക്കൽ സിഗ്നിഫിക്കൻസ്. ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ഭാഗമില്ലേ, അത് മെയിൻസ് ആസ്പെക്ടിൽ സെപ്പറേറ്റ് ആയിട്ട് നോട്ടിന് കൊടുത്തതാ സിഗ്നിഫിക്കൻസ്. ആൻഡ് ഡിക്ലയർ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നോട്ടിൽ. അതെന്താണ്? മെയിൻസിന്റെ ആസ്പെക്ടിലാണ്. നിങ്ങൾക്ക് പ്രിലിംസിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻ വരാം. ദീസ് ആർ ദി എൻറ്റയർ മൗര്യൻ ഡൈനാസ്റ്റി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഭാഗം പറയാനുള്ളത്, ഞാൻ നേരത്തെ ട്രേഡ് പറഞ്ഞ സമയത്ത് എന്തായിരുന്നു? ട്രേഡിന്റെ ഭാഗം പറഞ്ഞ സമയത്ത് നിങ്ങൾ 1-2 കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അതിനകത്ത് ഒരു ഗിൽഡ് സിസ്റ്റം ഉണ്ടായിരുന്നു, ശ്രേണി സിസ്റ്റം എന്ന് പറയും. കാരണം എന്തുകൊണ്ടാ? മൗര്യൻ ഡൈനാസ്റ്റി ആണ്, വെൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ട്രേഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ നടക്കില്ലേ? ഓക്കെ, ദാറ്റ് ഗിൽഡ് സിസ്റ്റം എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്തൊരു പ്രോപ്പർ രജിസ്ട്രി ഉണ്ടാവും. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രജിസ്റ്റർ സിസ്റ്റം ആയിരിക്കും. നേരത്തെ പറഞ്ഞു പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക്
ഓക്കെ, അവിടെ എന്തായിരിക്കും ഈ ഗിൽഡ് സിസ്റ്റത്തിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ട് അവിടെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. രാജാവിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഈ പറയുന്ന ട്രേഡിൽ ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു ആദ്യ അക്ഷരത്തിന്റെ പേര് പറഞ്ഞ ഓർമ്മയുണ്ടോ? കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയിൽ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒഫീഷ്യൽ. അപ്പൊ അദ്ദേഹം ആയിരിക്കുന്നുണ്ടാവുക ഇതിനുള്ള കാര്യങ്ങൾ ശിക്ഷകൾ വിധിക്കുന്നുണ്ടാവുക. ഫൈനലി മാത്രമാണ് രാജാവിന്റെ അടുത്തേക്ക് പോകുള്ളൂ. സോ അവർക്ക് എന്തുണ്ട്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പാസിറ്റി കൂടി ഉണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഞാൻ അത് ക്വസ്റ്റിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഹിയറത്തെ ക്വസ്റ്റ്യൻ 2019-20 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണാമോ? വിത്ത് റെഫറൻസ് ടു guild or tyranny system of ancient India played a very important role in the country of economy. Which one of the following statements are correct? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ കറക്റ്റ് എന്ന് ചോദിച്ചത്. ഏതാണ്? Every guild system was registered with the central authority of the state and king was the chief administrative authority on them. സ്വാഭാവികമായിട്ട് കറക്റ്റ് ആയിരിക്കുമല്ലോ, ചീഫ് അതോറിറ്റി ആണ്. ഇവിടെയാണ് ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം പ്രോപ്പർ ആവുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം ഗുപ്ത ഡൈനാസ്റ്റി വരെ പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ് ടു ഗുപ്ത ഡൈനാസ്റ്റി ഹൈലി എഫിഷ്യന്റ് ആയിട്ട് മൂവ് ചെയ്തു. ഓക്കെ, അടുത്തത് ദി ഗിൽഡ് ഹാഡ് ജുഡീഷ്യൽ പവർ ഓൺ ദെയർ ഓൺ മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ആൻഡ് വേജ് റൂൾ ഓഫ് ദി വർക്ക് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ബൈ ദി ഗിൽഡ് സിസ്റ്റം. സ്വാഭാവികമായിരിക്കല്ലോ. ഇപ്പൊ ഏതായിരിക്കും മനസ്സിൽ വരിക? എല്ലാം കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ഇവിടെ നിങ്ങൾക്ക് ഇനി എൻ്റെ ഒരു ധാരണ ഇതാണല്ലോ നിങ്ങൾ നോർമലി നോക്കേണ്ടത് അല്ലെ? ഇനി കോമൺ സെൻസ്, അതാണ് നമുക്ക് അടുത്തൊരു ഭാഗം. നമുക്ക് ധാരണയുണ്ട് ഇതാണ് ആൻസർ എന്നുള്ളത്, പഠിച്ചവർക്ക് ധാരണ ഇല്ലാത്തവർ എന്ത് ചെയ്യും? അതാണ് എന്റെ ചോദ്യം. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റുകൾ നോക്കിയേ. 3 സ്റ്റേറ്റ്മെന്റുകളുടെയും രീതി ഒരു അതോറിറ്റേറിയൻ ആസ്പെക്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുക. 3ലും ഒരു അതോറിറ്റേറിയൻ ടെൻഡൻസി ഉണ്ടോ? ഇവിടെ ലിബറൽ കൈൻഡ് ഓഫ് സാധനം കിടക്കുന്നുണ്ട്? ഇല്ല, ഇത് അതോറിറ്റേറിയൻ ആണ്. ഇവിടെ പറയുന്ന രജിസ്റ്റർ സിസ്റ്റം ഉണ്ടാവണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അതോറിറ്റേറിയൻ. എന്തായാലും ഒരു എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഒരു സെറ്റപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, മൗര്യൻസ് സെൻട്രൽ ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും വായിച്ചത് ധാരണ ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം പഠിക്കുന്ന പോയിന്റ്. സെൻട്രൽ അതോറിറ്റി ആയിരിക്കുമല്ലോ പോസിബിലിറ്റി. ഇതിന് ശരിയാവാൻ സാധ്യത കൂടുതലായിരിക്കും ആദ്യത്തെ സെന്റൻസ്. എല്ലാവർക്കും മനസ്സിലാവും അല്ലെ? അത് ശരിയാവാനുള്ള സാധ്യത 99% നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ഏറ്റവും സിമ്പിൾ കോമൺ സെൻസ്. അപ്പോൾ പിന്നെ ഒരു കാര്യം നോക്കി, ഏതൊരു സാധനമാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരു വർക്കിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അവരത് ഫോളോ ചെയ്യോ ഇല്ലയോ രണ്ടാമത്തതാണ്. കോമൺ സെൻസ് എലമെന്റ് അല്ലേ? കാരണം പ്രൈസും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുമ്പോൾ ഏത് ഡൈനാസ്റ്റിയിലും ചെയ്തിട്ടുണ്ടാവും. അത് നോക്കിക്കോ, ഇത്രയും ഭാഗം. ഓക്കെ, ആദ്യത്തെ സെന്റൻസും അവസാനത്തെ സെന്റൻസും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. രാജാവ് സെൻട്രലൈസ് ആയിട്ടുള്ള കാര്യത്തിന് ജുഡീഷ്യൽ പവർ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് ശരിയാണെങ്കിൽ എന്തായാലും 3ഉം ശരിയായിരിക്കും. 100% കൺഫേം. സോ എന്തായിരിക്കാം? 1ഉം 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻസും കൂടി നോക്കിയാൽ മതി. അതെന്തായാലും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ മാറ്റി കിടക്കുന്നില്ല. അപ്പൊ ഡി ആയിരിക്കും പോസിബിലിറ്റി. എന്തായാലും ശരിയാണ്, കോമൺ. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു കോമൺ സെൻസ് എലമെന്റ് കൂടി നോക്കുക. ഞാൻ പറഞ്ഞ എലമെന്റ് മനസ്സിലായോ? വിത്തൗട്ട് എ നോളജ് എങ്ങനെ ഒരു സാധനം വായിക്കണം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കേണ്ട സാധനം അതാണ്. ആ സെന്റൻസിന്റെ ക്യാരക്ടർ എന്താണെന്ന് വായിച്ചു നോക്കുക. മറ്റ് സെന്റൻസുകളുടെ ക്യാരക്ടർ നോക്കുക. ഒരേ ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ അത് ഈക്വൽ ഡയറക്ഷൻ സെന്റൻസ് എന്നാ പറയാം. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഈക്വൽ ഡയറക്ഷൻ സെന്റൻസസ്. എപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതേ ഡയറക്ഷനിലാണോ സെന്റൻസ് കിടക്കുന്നത് നോക്കുക. ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഡെഫിനറ്റ്ലി ദി സെന്റൻസ് ഗോയിങ് ടു ബി റോങ്. ഓക്കെ, അതിപ്പോൾ 1 ഓൺലി 2 ഓൺലി 3 ഓൺലി സെന്റൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതിന്റെ ക്യാരക്ടർ സെയിം ആണെങ്കിൽ അത് ശരിയാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ദാറ്റ്സ് വൺ മെത്തേഡ്. അടുത്തത്, who among the following preside over Buddhist council held in the reign of Ashoka? ആരാണ് ഇതിനകത്ത് വരുന്നത്? സി ആണ്. ഓക്കെ, സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ടിസ എന്ന് പറയും. മഗലി പുത്ര ടിസയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അശോകന്റെ വൺ ഓഫ് ദി മെയിൻ ഗൈഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ശ്രീലങ്കയിലായിരുന്നു. ലേറ്റർലി അശോകനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ടിസ എന്ന് പറയുന്നത്. ടിസയാണ് 3rd ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. വാസുമിത്ര കേട്ടിട്ടുണ്ടോ ആരാന്നുള്ളത്? വാസുമിത്ര അശ്വഘോഷ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പ്രിസൈഡ് ചെയ്ത ആളാണ്. ഓക്കെ, 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പ്രിസൈഡ് ചെയ്ത ആളാണ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് കനിഷ്ക. ഓക്കെ, വെരി ഗുഡ്. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ പ്രിസൈഡ് ചെയ്ത ആളാണ്. കനിഷ്കന്റെ പാർട്ടാണ് മെയിൻ ആയിട്ട് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഒരാളെ കണ്ടുപിടിക്കാതെ നിങ്ങളെ വർക്കാണ്. നിങ്ങളത് യൂട്യൂബിൽ തന്നെ ഇട്ടോ. യൂട്യൂബിന്റെ അടിയിൽ കമന്റ് ഇട്ടാൽ മതി. പാർശ്വ ആരാണെന്ന് കണ്ടുപിടിക്കാം. നാഗാർജുന നിങ്ങൾക്കറിയാം.
ഞാൻ ആ ഭാഗം പറയൂട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന മഹായാന ബുദ്ധിസം വന്നതെന്ന് പറയും, എങ്ങനെയാണ് കനിഷ്കൻ ഇമ്പോർട്ടൻസ് വന്നതെന്ന് പറയും. നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. രസമുള്ള ഒരു ഭാഗങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ പറയാം. നിങ്ങൾ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, പാർസി ആരാ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇറ്റ്സ് യുവർ വർക്ക്. അടുത്തത് ബെഷാജാസ്. ബെഷാജാസ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാൽ മസാജിങ് സാധനം ഓർമ്മ വന്നാൽ മതി. നിങ്ങൾ ആ ഫിഗർ കണ്ട് ഓർമ്മയുണ്ടോ? ഞാൻ എടുത്തതിൽ ഏതാണ്? ഡോക്ടേഴ്സ് അല്ലേ? നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ ഹിയർ കണ്ടോ, സാഹിബിന്റെ മസാജ് ചെയ്യുന്ന പോലെ മസാജ് ചെയ്യുന്നത് കണ്ടോ? ബെഷാജാസ് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Done. Questions. These are the important questions from the Mauryan dynasty. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കൗടില്യന്റെ. ഇനി അതല്ലാതെ ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഓടിച്ച് ക്രോസ് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ വരുന്ന ഒരു ഭാഗം അശോകന്റെ എഡിക്ട്സ് ആണ്. ഞാനത് പറഞ്ഞ് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഞാൻ എഡിക്റ്റ് എടുക്കാം. അത് സെപ്പറേറ്റ് ക്ലാസ് ആണ്. മിക്കവാറും ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പോർഷനിലേക്ക് ഞാൻ ആ ഭാഗം എടുക്കുന്നുണ്ടാവുക. അത്രയും കൺഫ്യൂസ്ഡ് ആക്കേണ്ടത് വെച്ചിട്ട്. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പാർട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? ഗൽസി. ഏതാണ് ഗൽസി? കർണാടകയാണോ ഗൽസി വരുന്നത്? മസ്കിയാണ് കർണാടക. ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു അല്ലെ? മസ്കിയാണ് കർണാടക വരുന്നത്. ഗൽസി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. വെരി ഗുഡ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗൽസി വരുന്നത്. രണ്ടും രണ്ട് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. എന്താ മസ്കി ഇൻസ്ക്രിപ്ഷന്റെ പ്രത്യേകത? What is the importance of Musky inscriptions? എന്താണ്? നെയിം. അശോകന്റെ പേരുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ സ്ക്രീനിൽ? ക്വസ്റ്റ്യൻ നമ്പർ 20. Which among the following rulers advised the subject through the inscriptions? അന്നത്തെ കാലത്ത് അശോകൻ തന്നെ വരുന്ന കാലഘട്ടമായിരുന്നു അത്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. കോമൺ സെൻസ് എലമെന്റ്. Whosoever praises his religion sect. ഓക്കെ, അതുപോലെ മനസ്സിലായി. Or blame other sect out of excessive devotion on his own sect with the view of glorifying his own sect he rather than injured his own sect. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളെ റിലീജിയനെ നമ്മൾ ഓവറായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട്, മറ്റേ റിലീജിയൻ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ സ്വന്തം റിലീജിയനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് ഇൻഡയറക്ട്ലി ഒരു ഈക്വാലിറ്റി കൊടുക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിച്ചോ അല്ലെ? ഇൻഡയറക്ട്ലി എല്ലാ റിലീജിയനും ഈക്വാലിറ്റി കൊടുക്കുന്നത്. അത് കപ്പാസിറ്റി ഉള്ള ഒരേ ഒരാളെ ഇതിനകത്തുള്ളൂ അങ്ങനെ പറയാനുള്ളത്. കൃഷ്ണദേവരാർക്ക് ആ ക്യാരക്ടർ ഇല്ല. ഓക്കെ, ഹർഷവർദ്ധൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. ഓക്കെ, പിന്നെ സമുദ്രത്തിന് ഒട്ടും ഇല്ല. പിന്നെ ഒരേ ഒരാൾ ഇത് പറയാൻ സാധ്യതയുള്ളൂ. ആരാണ്? അശോകാദി ഗ്രേറ്റ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് അയ്യോ അശോകൻ ആയിരിക്കില്ല, അശോകൻ എന്താ എളുപ്പമുള്ള സാധനമല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, മാറ്റി കുതിയേക്കാം എന്ന് പറഞ്ഞിട്ട് സമുദ്രത്തിൽ കയറി ടിക്ക് ചെയ്യരുത്. UPSC സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്താ? UPSC സാധാരണക്കാരനെ പോലെ ചിന്തിക്കില്ലല്ലോ, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് അല്ലേ ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? വേറെ കൈ ടിക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ ചിന്തിക്കണ്ട, സിമ്പിൾ ആയവർ ചോദിക്കുക. ഓക്കെ, അശോകനാണ്. അന്ന് ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ വേറെ മാറ്റിക്കുത്തി വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് അശോകനാണ്, എല്ലാവർക്കും അറിയാം അശോകനാണ്. പക്ഷെ എന്ത് ചെയ്തു? UPSC ഇത്ര സിമ്പിൾ ചോദിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ വേറെ മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ വായനയുടെ അപ്പുറത്തേക്ക് എന്തായിരുന്നു? ഓക്കെ, അത് നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്? നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ കോമൺ സെൻസിനെയും കൗണ്ടർ ചെയ്തൊരു സാധനം ചെയ്യരുത്. നിങ്ങൾ അത്രയും പഠിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നോളജ് നിങ്ങൾ ഒരിക്കലും പോയി ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് നോളജ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. UPSC ഞാൻ പറഞ്ഞല്ലോ, UPSC എന്ന് പറയുന്നത് സാധാരണക്കാരന് എടുക്കാൻ വേണ്ടി UPSC എക്സാം നടത്തുന്നത്. അതുകൊണ്ട് UPSC ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും, സിമ്പിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ബേസിക്സ് ഒക്കെ ബേസിക്സ് അല്ലേ, ബേസിക്സ് അവർ ചോദിക്കുള്ളൂ. അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയത് അശോകനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഞാൻ മുമ്പിന് ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾക്കാരാണ്. നല്ല ഡീറ്റെയിൽ ഞാൻ അവരെ കുറിച്ച് പറയും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവർ ആരൊക്കെയാന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈനിയോ അശോക ക്ലാസ്സിൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? കങ്ങനഹള്ളി ഇൻസ്ക്രിപ്ഷൻസ് ആണ് കർണാടകയിലാണ് വരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അതേപോലെ വരുന്ന ഒന്നാണ് സൊഹാഗുര കോപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. സൊഹാഗുര എന്ന് പറയുന്ന സ്ഥലത്ത് കോപ്പർ പ്ലേറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അശോകനെ ബേസ് ചെയ്ത് വരുന്നതാണ്. അടുത്ത വർക്ക് നിങ്ങൾ സൊഹാഗുര കോപ്പർ പ്ലേറ്റിൽ എന്ത് കണ്ടന്റ് ആണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് യൂട്യൂബിന്റെ അടുത്ത് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ എന്താണ് സൊഹാഗുര കോപ്പർ പ്ലേറ്റിൽ നിന്ന് മനസ്സിലാക്കിയത്? ഇൻ വിച്ച് ലൊക്കേഷൻ ഇസ് എ PYQ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ 3 times. അഗെയിൻ ദ റിപ്പീറ്റിംഗ്. ഫെമൈൻ ആണ് വരുന്നത് മെയിൻ ആയിട്ട്. എന്ത് കൈൻഡ് ഓഫ് സാധനം, എവിടത്തെ ലൊക്കേഷൻ എന്നുള്ള കാര്യമാണ് ഫെമൈൻ ആണ് വരുന്നത്. വെരി ഗുഡ്.
അജനക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുമ്പ് സെഷനിൽ. ഓക്കെ, ഡൺ. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ, മഗധന്റെ ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, മെമ്മറൈസിംഗ് ക്രോണോളജിക്കൽ ഡൈനാസ്റ്റി, എക്സ്പെക്ടഡ് പ്രൊഫഷണൽ ഫോളോയിങ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതേതാണ്? മഗധ. മഗധ മാത്രമല്ല അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന ഒരു സാധനം. ഓക്കെ, നമ്മളത് ക്ലാസ് തുടങ്ങി തന്നെ എന്തായിരുന്നു, അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡെസിഫർ ചെയ്ത കാര്യം അല്ലെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട, അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. മുദ്ര രാക്ഷസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസ്സിൽ തന്നെ. അതേപോലെ തന്നെ അശോകന്റെ ഡിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഭാഗങ്ങളാണ്. അതിപ്പോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കണ്ട. നിങ്ങൾക്ക് ആകെ ഇതിനകത്ത് അറിയാവുന്ന ഒരാള് മെഗസ്തനീസ് മാത്രമാണ്. മെഗസ്തനീസ് ആണ് ആദ്യം വന്നത് എന്നുള്ള ധാരണ കിട്ടിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. അത് എന്തുകൊണ്ട് മൗര്യൻസിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലേഴ്സ് ആണ്, ട്രാവലേഴ്സിന്റെ ഭാഗമാണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും വന്നത് ദി ഐ ത്രൂ ട്രാവലർ എന്ന് പറയുന്ന ന്യൂ NCERT ഇല്ലേ, ടീം 2, അതിനകത്തുള്ള ആദ്യത്തെ ചാപ്റ്റർ, ടീം 2 ആദ്യത്തെ ചാപ്റ്ററിലാണ് ഇത് വന്നിട്ടുള്ളത്. ഞാനിത് ഭാഗങ്ങൾ മൊത്തം പറയും, നിങ്ങളോട് പേടിക്കണ്ട. അവിടെ ഞാൻ കവർ ചെയ്യും, ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം ഞാൻ ഈ ഓരോ ആളുകളെ കുറിച്ചിട്ട്. മെഗസ്തനീസിനെ നിങ്ങൾക്ക് കുറിച്ച് അറിയാം, അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആദ്യത്തെ ട്രാവലർമാരാണ് മെഗസ്തനീസ് ആണ്. മുമ്പ് നിങ്ങൾ ട്രാവലർ പറഞ്ഞു തന്നോ ആരെങ്കിലും? പ്ലീനിന്ന് പറഞ്ഞു തന്നു, വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ? ഇല്ല, രണ്ടരലൊക്കെ ഞാൻ പറഞ്ഞു തന്നുള്ളൂ, അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഗ്രാജുവലി ഞാൻ ഓരോ ആൾക്കാരെ കുറിച്ചും പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് അത് ഈസിലി സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ, ഇത് പഴയ ക്വസ്റ്റ്യൻ ആണ്, 2022 അശോക അനക്സ്ഡ് കലിംഗ ടു ദി മൗര്യൻ എംപയർ. അറിയാലോ, കൺഫ്യൂഷൻ ഒന്നുമില്ല, സെന്റൻസ് കറക്റ്റ് അല്ലേ? കലിംഗ കൺട്രോൾഡ് ദി ലാൻഡ് ആൻഡ് സീ റൂട്ട് ടു ദി സൗത്ത്. ഇത് ഞാൻ മുമ്പ് പറഞ്ഞതാണല്ലോ ക്ലാസ്സിൽ തന്നെ അല്ലേ. കൺട്രോൾ ചെയ്യുന്ന വൺ ഓഫ് ദി റീസൺ എന്താണ്? സീ റൂട്ട് ഉണ്ട്, ലാൻഡ് റൂട്ട് ഉണ്ട്. എങ്ങോട്ട്? സൗത്തിലേക്ക്. കാരണം എന്തുകൊണ്ടാ? കലിംഗ വരുന്ന ലൊക്കേഷൻ എവിടെയാ? സോറി, ഇവിടെയല്ലേ അല്ലേ? സ്വാഭാവികമായിട്ട് എന്താണ്, ഇങ്ങോട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പൊ എന്തായിരിക്കാം? ഒഡീഷ. വെരി ഗുഡ്. അപ്പൊ എന്താണ് ആൻസർ? A and B ആർ കറക്റ്റ്. ഓക്കെ, എപ്പോഴും ഇത് നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു, ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സെന്റൻസ് കറക്റ്റ് ആണെന്ന് നോക്കുക. ആദ്യം ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും സെന്റൻസ് റോങ് ആണോ എന്നുള്ളതാണ്. റോങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ എത്താൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ്, രണ്ടും കറക്റ്റ് ആണ് കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടിനെ കുറിച്ചും പറയുന്ന ഒരേ കാര്യങ്ങളെ കുറിച്ച്, രണ്ടും ഒരേ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആൻസർ വിൽ ബിക്കം കണക്റ്റഡ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ്. ആദ്യം പറഞ്ഞു കലിംഗ അനക്സ് ചെയ്ത കാര്യം പറഞ്ഞു, കലിംഗ അനക്സ് ചെയ്ത് ഇതുകൊണ്ടാണെന്നും പറഞ്ഞു. ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, രണ്ടും കണക്റ്റഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. സിമ്പിൾ വൺ. ഇത് പഴയ മോഡൽ ക്വസ്റ്റൻ ആണ്, അതേ മോഡൽ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചത് ഒന്നും കൂടി. ആൻഡ് എഡിക്സിന് ഇതിപ്പോ നിങ്ങൾ നോക്കണ്ട, ഞാൻ എഡിക്സ് മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഹിയർ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. Sohagura cooperative. Which one of the following ancient record in the earliest royal order? ആദ്യത്തെ റോയൽ ഓർഡർ ആണ് പ്രിസർവ് ഫുഡ് ഗ്രെയിൻസ് ടു ബി യൂട്ടിലൈസ് ഡ്യൂറിംഗ് ദി ക്രൈസിസ് ഓഫ് ദി കൺട്രി. അത് ഏതാ പറയുന്നത്? സൊഹാഗുര കോപ്പർ പ്ലേറ്റ് ആണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നു, എന്താണെന്നുള്ളത് കമന്റ് ചെയ്തോളുക. ആൻസർ ശരിക്കും പറഞ്ഞാൽ സൊഹാഗുര കോപ്പർ പ്ലേറ്റ് ആണ്. അതിനകത്താണ് അശോകൻ പറയുന്നത് എന്ത്, ഈ പറയുന്ന ഫുഡ് ഗ്രെയിൻസ് സൂക്ഷിക്കണം, അതല്ലെങ്കിൽ പട്ടിണിയിലേക്ക് വരും. ഇപ്പൊ സൂക്ഷിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നത്, എങ്ങനെ വരണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്താണ് മെൻഷൻ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇൻസ്ക്രിപ്ഷൻസ് പറയുമ്പോൾ പറയും, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അശോകന്റെ മെയിൻ മൈൻഡ് അടുത്തൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, 1998 ക്വസ്റ്റ്യൻ. അസേർഷൻ ആൻഡ് റീസൺ അഗെയിൻ. അക്കോർഡിംഗ് ടു അശോക, edicts social harmony among the people are more important than the religious devotion. He spread the idea of equality instead of the promotion of religion. രണ്ടും ഒരേ കാര്യത്തെ കുറിച്ച്, രണ്ടും കറക്റ്റ് സെന്റൻസ് അല്ലേ? അല്ലേ, രണ്ടും കറക്റ്റ് സെന്റൻസ് അല്ലേ? രണ്ടും ഒരേ കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ്, കറക്റ്റ് ആണല്ലോ. ഇത് 1998 ക്വസ്റ്റ്യൻ അല്ലേ? ഈ സെന്റൻസ് നിങ്ങൾ വായിച്ചേ. സോഷ്യൽ ഹാർമണി among the people more the importance of the devotion അല്ലേ? സെന്റൻസ് നിങ്ങൾ വായിച്ചല്ലോ. ഓക്കെ, നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ല സെന്റൻസിൽ അല്ലേ? ഡൺ. ഇതേ കാര്യല്ലേ വേറൊരു കുപ്പിയിലേക്ക് എടുത്തത് അല്ലെ? 2020 ചോദിച്ച ക്വസ്റ്റ്യൻ, അതേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വേറൊരു കുപ്പിയിലാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി തന്നു അല്ലേ? അവിടെ മാറ്റി, കുപ്പി ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് കുപ്പിന്റെ കളർ മാറുന്നുള്ളൂ, അതിന്റെ ഉള്ളിലുള്ള സാധനം എന്താണ്? സെയിം തന്നെയാണ്. ഐഡിയ കിട്ടുന്നുണ്ടോ എന്താണ് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. സെയിം കണ്ടന്റ്, സെയിം കോൺസെപ്റ്റ് തന്നെ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനപ്പുറത്തേക്കൊന്നും അവർ ചോദിക്കുന്നില്ല. ആൻഡ് കണ്ടോ, ഡെസിഫർ ചെയ്ത കാര്യം വീണ്ടും 2016 ക്വസ്റ്റ്യൻ. എത്ര തവണയാണ് ഡെസിഫറിന്റെ കാര്യം ചോദിക്കുന്നത്? ഇവർക്ക് തന്നെയാ പരിപാടി.
എന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് അവരുടെ ഒരു കോമൺ രീതിയാണ്. ആൻഡ് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ ഓവർ. നെയിം ഓഫ് അശോക അറിയാവുന്നല്ലേ? മസ്കി. ഓക്കെ, 1997. ഓക്കെ, ഈ ഗൾസി അല്ലേ അവിടെ കിടക്കുന്നത്? ഈ രൂംദയല്ലേ അവിടെ കിടക്കുന്നത്? നിങ്ങൾ അറിയാത്ത സാധനം നിങ്ങൾക്ക് മാറി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓപ്ഷൻസ് പോലും അവരെന്താണ്? റിപ്പീറ്റേഷൻ ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ഞാൻ ക്ലാസിന്റെ ഇടയ്ക്ക് തന്നെ ഡിസ്കസ് ചെയ്തു. യൂട്യൂബിൽ കാണുന്ന ആൾക്കാർക്ക് സംശയം തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പെസിഫിക്കലി പറഞ്ഞത്. ഓക്കെ, നമുക്ക് മുമ്പേ ക്ലാസിന്റെ ഈ സ്ലൈഡിന്റെ പിന്നിൽ കുറെ ക്വസ്റ്റ്യൻസ് വന്നില്ലേ, അവിടെ ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, ദിസ് ആർ ദി മൗര്യൻ ഡൈനാസ്റ്റി. അപ്പൊ നമ്മൾ മൗര്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോസ്റ്റ് മൗര്യൻസ് ആണ്. പോസ്റ്റ് മൗര്യൻസിനെ ഞാൻ മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നോർത്തേൺ പാർട്ട്, നോർത്ത് വെസ്റ്റേൺ പാർട്ട്, ഡെക്കാൻ പാർട്ട്, അതിനുശേഷം സംഗമേജ്. ഇന്ന് നമുക്ക് വരുന്ന 4 ചാപ്റ്ററുകളും പോസ്റ്റ് മൗര്യൻസും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഭാഗങ്ങളാണ്. ഇന്ന് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്കിവിടെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ടൈം ആയില്ലേ? ഓൾമോസ്റ്റ് 1 മണിക്കൂറിന് മുകളിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലത്തേക്ക് ഇപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ എടുത്തതിൽ? ചോദിക്കാം, നോക്കട്ടെ. പറ്റുവാണെങ്കിൽ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇൻട്രോഡക്ടറി ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പറ്റുവാണെങ്കിൽ രാവിലെ ക്ലാസ് വെക്കാൻ നോക്കാം. ഓക്കെ ആണ്? നാളെ വേറെ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് രാവിലെ ഒരു ക്ലാസ്സും കൂടി വെക്കാം. നമുക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ സൈഡിൽ നിന്ന് എനിക്ക് എത്രയും പോർഷൻസ് കംപ്ലീറ്റ് ആക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ നാളെ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ നാളെ ക്ലാസ്സും കൂടി വെക്കാൻ നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. എവറിത്തിങ് ഇസ് ഫൈൻ. ഞാൻ പറയുന്നത്